ഏവർക്കും അരബിക് സീക്വൻസിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. ഒരു സമാന്തര ശ്രേണി 10, 12, 14, 16, 18, 20, 24 അങ്ങനെ പോകും. ഓക്കെ, ഇതിലെ ആദ്യത്തെ 3 ടേംസ് 10, 12, 14 ഇവരുടെ സമ്മ് കാണും, തുക കാണും. ആദ്യത്തെ 3 സംഖ്യയുടെ തുക S3 അല്ലെ, S3 എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 പദങ്ങളുടെ തുക കൂട്ടി നോക്കാം. 36 അല്ലെ. ആദ്യത്തെ 3 പദങ്ങളുടെ തുകയെ എന്ന് പറഞ്ഞാൽ S3യെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 പദങ്ങൾ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിക്കും എന്ന് പറഞ്ഞാൽ എത്ര? 36നെ 3 കൊണ്ട് ഹരിക്കും. എത്രയുള്ളൂ? 12. ഈ 12 ഇതിലെ എത്രാമത്തതാണ്? രണ്ടാമത്തെ പദം. അതായത് ഈ ശ്രേണിയിലെ രണ്ടാമത്തെ പദം X2 ആണ് അല്ലെ. ഈ 3 നടുവത്തെ പദം കിട്ടും. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 3 പദങ്ങൾ എടുത്ത് കൂട്ടിയതിനു ശേഷം അതിനെ 3 കൊണ്ട് ഹരിച്ചാൽ ആ 3 ആളുടെ നടുവത്തെ ആളെ കിട്ടും എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ടേം X2. X2 ഈക്വൽ ടു S3/3. ഇനി 5 പദങ്ങൾ എടുക്കാം. ഇവിടുന്ന് ഇവിടം വരെ 5 പദങ്ങൾ തുക നോക്കാം. S5 ഇവിടുന്ന് ഇവിടം വരെ കൂട്ടാം. ഇത് കൂട്ടിയപ്പോ തന്നെ 36 ആയി. ഇത് കൂട്ടാം. 36, 46, 56, 62, 70 അല്ലെ. അപ്പൊ S5 എത്ര ഇട്ടാ? 70. 5 പദങ്ങളുടെ തുക ആദ്യത്തെ 5 പദങ്ങളുടെ തുക 5 കൊണ്ട് ഹരിക്കും എന്ന് പറഞ്ഞാൽ 70നെ 5 കൊണ്ട് ഹരിക്കും 14. 70 എത്ര ഇട്ടാ? 14. ഈ 14ന്റെ സ്ഥാനം എത്ര? 1, 2, 3. കാരണം തേർഡ് സ്ഥാനം അല്ലെ, 3ാമത്തെ ടേം ആണ്. അതായത് നമുക്ക് എന്ത് കിട്ടും? തേർഡ് ടേം. 5 പദങ്ങളുടെ നടുത്താണ് ഇതിന്റെ മിഡിൽ ടേം കിട്ടും അല്ലെ. 3 പദങ്ങൾ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ അവരുടെ നടുവത്തെ പദം കിട്ടും എന്ന് പറഞ്ഞാൽ X2 കിട്ടും. 5 പദങ്ങൾ കൂട്ടിയിട്ട് 5 കൊണ്ട് ഹരിച്ചാൽ അവരുടെ നടുവത്തെ പദം കിട്ടും. 5 നടു അല്ലേ. 5 സംഖ്യകളുടെ നടു കിട്ടണം. 5 കൊന്ന് കൂട്ടിയിട്ട് പകുതിത്താ മതി. 5 കൊന്ന് കൂട്ടിയാൽ 6. 6ന്റെ പകുതി 3ാമത്തെ ടേം കിട്ടും. ഇതുപോലെ 7 പദങ്ങൾ കൂട്ടിയിട്ട് 7 കൊണ്ട് ഹരിച്ചാൽ 7 ആളുടെ നടുവത്താളെ കിട്ടും. 7 ആളുടെ നടുവത്താളെ പറഞ്ഞാൽ 7 കൊന്ന് കൂട്ടിയൊക്കെ 8 അല്ലേ. 8ന്റെ പകുതി 4. 4ാമത്തെ ടേം കിട്ടും. 9 പദങ്ങളുടെ തുകയെ 9 കൊണ്ട് ഹരിച്ചാൽ 9 ആളുടെ നടുവത്താളെ കിട്ടും. 9 ആളെ നടുവ് കിട്ടണമെങ്കിൽ 9 ഒന്ന് കൂട്ടുക. 10ന്റെ പകുതി 5ാമത്തെ X5 കിട്ടും. 23 പദങ്ങളുടെ തുകയെ 23 കൊണ്ട് ഹരിക്കും എങ്കിൽ നമുക്ക് 23 ആളെ നടുവത്താളെ കിട്ടും. എങ്ങനെ 23 ആളെ നടുവ് കാണാം? 23 ഒന്ന് കൂട്ടി 24ന്റെ പകുതി 12 X12 കിട്ടും. നമ്മൾ കുറച്ച് സംഖ്യ എടുത്ത് കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിച്ചാൽ നമുക്ക് ആവറേജ് ശരാശരി കിട്ടും അല്ലെ. ഏത് സംഖ്യകളോ കൂട്ടിയിട്ട് എണ്ണം കൊണ്ടിച്ചാൽ ആ കൂട്ടിയിട്ട് എണ്ണം കൊണ്ടിച്ചാൽ നമുക്ക് ശരാശരി കിട്ടും, ആവറേജ്. അത് ഏകദേശം നടുവാണ്. കറക്റ്റ് അല്ല, ഏകദേശം നടുവ്. കറക്റ്റ് നടുവ് വരണമെങ്കിൽ ഇതുപോലെ ഓർഡറിലായിരിക്കണം. ഒരു പ്രത്യേക നമ്പർ കൂടുക അല്ലെങ്കിൽ ഒരു പ്രത്യേക നമ്പർ കുറയുകയാണെങ്കിൽ അത് കൂട്ടിയിട്ട് എണ്ണം കൊണ്ടിച്ചാൽ നമുക്ക് കറക്റ്റ് നടുവ് തന്നെയാണ്. അപ്പൊ ഇതൊരു ആവറേജിന്റെ ക്വസ്റ്റൻ. ഓക്കെ, അപ്പോ 3 പദങ്ങൾ കൂട്ടിയിട്ട് 3 കൊണ്ട് ഹരിച്ചാൽ, അതുപോലെ 5 പദങ്ങൾ കൂട്ടി 5 കൊണ്ട് ഹരിച്ചാൽ, 7 പദങ്ങൾ കൂട്ടി 7 കൊണ്ട്, 9 പദങ്ങൾ കൂട്ടി 9 കൊണ്ട്, 17 പദങ്ങൾ കൂട്ടി 17 കൊണ്ട്, 95 പദങ്ങൾ കൂട്ടി 95 കൊണ്ടൊക്കെ ഹരിച്ചാൽ ആ എണ്ണത്തിന്റെ നടുവത്തെ ടേമുകൾ. ഓക്കെ, ഈവൻ നമ്പറിന് ശരിയാവും കേട്ടോ. കാരണം 4 ആളുടെ നടു എന്ന് പറഞ്ഞാൽ തന്നെ ഏത് വരിക? 4 സംഖ്യകളുടെ നടു പറഞ്ഞാൽ ഇത് അവിടെ വരിക എന്ന് പറഞ്ഞാൽ ഇത് 2 കൊടുക്കണ്ട്. ഈവൻ നമ്പർ ആണെങ്കിൽ നടുവിൽ 2 ടേം വരും, ബുദ്ധിമുട്ടാണ്. അപ്പൊ ഒറ്റ സംഖ്യകൾ ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ ഇത് ഓക്കെ ആവും. അപ്പൊ നോക്കാം, 3 പദങ്ങളുടെ തുകയെ 3 കൊണ്ട് ഹരിച്ചാൽ അവരുടെ നടുവത്തെ പദം കിട്ടും. 3 ആളുടെ നടു കിട്ടണമെങ്കിൽ 3 കൊന്ന് കൂട്ടിയാൽ മതി 4. ഇതിന്റെ പകുതി കിട്ടാം X2 അല്ലെ. സോ X2 എങ്ങനെ കിട്ടാം? S3/3. 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിച്ചാൽ അവരുടെ നടു കിട്ടും. 5 കൊന്ന് കൂട്ടിയ 6ന്റെ പകുതി അല്ലെ. 7 പദങ്ങളുടെ തുകയെ 7 കൊണ്ട് ഹരിച്ചാലോ? അപ്പൊ 7 ആളെ നടു കിട്ടണമെങ്കിൽ 7 കൊന്ന് കൂട്ടുക 8ന്റെ പകുതി 4. 15 പദങ്ങളുടെ തുകയെ 15 കൊണ്ട് ഹരിച്ചാൽ 15 ആളെ നടു. 1 കൂട്ടുമ്പോ 16ന്റെ പകുതി 8ാമത്തെ ടേം കിട്ടും അല്ലെ. 19 പദങ്ങളുടെ തുകയെ 19 കൊണ്ട് ഹരിച്ചാൽ 1 കൂട്ടി 20ന്റെ പകുതി അല്ലെ 10. 45 പദങ്ങളുടെ തുകയെ 45 കൊണ്ട് ഹരിച്ചാൽ
45 നടു 45 ഒന്ന് കൂട്ടിയ 46 നടു 23 അല്ലെ. അപ്പൊ നടു 23 അല്ലെ. 23ാമത്തെ പദം. ഇതൊക്കെ ഓഡ് നമ്പേഴ്സ് ആണ് സെറ്റ് ആയത്. ഓക്കെ. ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 9 പദങ്ങളുടെ തുക 153 ആയാൽ ശ്രേണിയുടെ 5ാമത്തെ പദം ഏത്? The sum of first 9 terms of an arithmetic sequence is 153. Find its 5th term. ഒരു സമാന്തര ശ്രേണി അങ്ങനെ പോകുന്നുണ്ട് അല്ലെ. അതിൽ ആദ്യത്തെ 9 കൂട്ടി അപ്പൊ കിട്ടിയത് 153. അപ്പൊ എന്താ 153? S9 അല്ലെ. ആദ്യത്തെ 9 പദങ്ങളുടെ തുക കണ്ടുപിടിക്കേണ്ടത് 5ാമത്തെ പദമാണ്. 5th ടേം ആണ് കാണുന്നത്. ഇങ്ങനെ ക്വസ്റ്റ്യൻ കണ്ടാൽ ഓർക്കുക, സമ്മ് തുകയാണ് തന്നിട്ടുള്ളത്, അതും ഓടാണ്, ഒറ്റ സംഖ്യയാണ്. ഒറ്റ സംഖ്യയുടെ കൂടെ ഓടിന്റെ കൂടെ സമ്മ് ആണ് പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ആദ്യം ഓർക്കേണ്ടത് S9 അല്ലേ. നമ്മളിപ്പോ എന്താ പഠിച്ചത്? S9 എന്ത് ചെയ്തെന്ന് കിട്ടും? 9 പദങ്ങളുടെ തുകയെ 9 കൊണ്ട് ഹരിച്ചാൽ അവരുടെ നടുവത്തെ പദം കിട്ടും. 9ന്റെ നടുവെതിരാ 5, 5ാമത്തെ പദം. അതന്നെയല്ലേ ചോദിച്ചത്? അതന്നെ ചോദിക്കാൻ പറ്റുള്ളൂ. വേറെ ഏതെങ്കിലും ചോദിക്കണമെങ്കിൽ മറ്റു ക്ലൂ തരണം. ഇവിടെ 9 പദങ്ങളുടെ തുകയാണ് തന്നിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് 5ാമതേ കാണാൻ പറ്റുള്ളൂ. അതേ ചോദിച്ചിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഇതിനൊപ്പം കൂടെ വേറെ എന്തെങ്കിലും ക്ലൂ കൂടെ തരണം. ഓക്കെ. അപ്പൊ 9 പദങ്ങളുടെ 9 കൊണ്ട് ഹരിക്കാം. 9 കൊണ്ട് ഹരിക്കാം. 9 പദങ്ങളുടെ S9 എത്രേ? 153 അല്ലേ. ആ 153നെ 9 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? അതാണ് നമ്മളെ 5ാമത്തെ പദം. നോക്കുന്നു. 15 എത്ര? 9. 9 അല്ലേ. ബാക്കി ഇവിടെ 6 ഉണ്ട്. 6ന്റെ ഒപ്പം 3 63 അല്ലേ. 63 എത്ര? 9 ഉണ്ട്. 9 7 63 അല്ലേ. അപ്പോൾ എത്ര? 7. അപ്പൊ X5 എത്ര വരാ? 15. അതായത് ആദ്യത്തെ 9 പദങ്ങളുടെ തുക സമ്മ് 153 ആണ് എങ്കിൽ അവരുടെ 5ാമത്തെ ടേം മറ്റേതുമാവില്ല. അതേതാ? 17 ആണ്. അതായത് 5ാമത്തെ 1 2 3 4 അതേതോ അറിയാം. 5ാമത്തെ പദം 17 നിലനിർത്തിയിട്ട് അതിന്റെ മുമ്പും ശേഷം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അരിതമെറ്റിക് സീക്വൻസ് ആക്കി നോക്കാം. അത് 9 കൂട്ടിയാൽ 153. അതല്ലാതെ 5ാമത്തെ ടേമിനെ നമ്മൾ കൊണ്ടുപോയിട്ട് എത്രയാക്കി? 17 ആക്കി. പിന്നെ സമാന്തര ശ്രേണി നോക്കില്ല. വെറുതെ എന്തെങ്കിലും കൂട്ടി എന്തെങ്കിലും കുറച്ച് സംഖ്യ ചെയ്തുകൊണ്ട് കാര്യം. ആ 5ാമത്തെ പദം 17 ആവുകയും അപ്പുറത്തും ഇപ്പുറത്തുള്ള ആളുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ആണ് എങ്കിൽ നമുക്ക് അതില് 153 ആണ് 9 പദങ്ങളൊക്കെ ഉള്ളത്. അപ്പോ 9 പദങ്ങളുടെ തുക 153 കിട്ടുന്ന ഒരുപാട് സമാന്തര ശ്രേണി ഇതാ, അരിതമെറ്റിക് സീക്വൻസ് ചെയ്താ. അതിന് എത്ര പദമുള്ളൂ? 5ാമത്തെ 1 2 3 4 അത് ഏതോ ആട്ടെ. പക്ഷെ 5ാമത്തെ ആളാരാ? 5ാമത്തെ സംഖ്യ 17 നിലനിർത്തുക. അത് മാറാൻ പാടില്ല. ഓക്കെ. 1 2 3 4 ഏതോ ആക്കട്ടോ. സമാന്തര ശ്രേണി ആക്കിയാൽ മതി. 5 6 7 8 9 അവിടെ വരും. ഓരോന്ന് അങ്ങോട്ട് കൂട്ടിയാൽ ഓരോന്ന് ഇങ്ങോട്ട് കുറക്കണം. അപ്പോഴേ അരിതമെറ്റിക് ഉള്ളൂ. അല്ലെങ്കിൽ ഓരോന്ന് അങ്ങോട്ട് കുറച്ച് അങ്ങോട്ട് കൂട്ടണം. അങ്ങോട്ട് 2 കൂട്ടി അങ്ങോട്ട് 2 കുറക്കണം. ഇനി അങ്ങോട്ട് കുറക്കണം ഇങ്ങോട്ട് കൂട്ടണം. നമുക്ക് ഓരോന്ന് കൂട്ടാം. അങ്ങോട്ട് കൂട്ടുമ്പോ 18 19 20 21 അല്ലെ. ഇങ്ങോട്ടോ ഓരോന്ന് കുറച്ചോക്കാം. 17 അല്ലേ. 16 15 14 13. ഇതുകൂടെ കഴിഞ്ഞിട്ടല്ലേ എക്സെട്ര അങ്ങനെ പോവാണ്. എന്തെങ്കിലും സീക്വൻസാ 13 14 15 എക്സെട്ര പോവാണ്. ഇതിലെ 9 പദങ്ങളുടെ തുക കൂട്ടിയാൽ 153 ആണ് കിട്ടുക. കാരണം ഇത് അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണിയാണ്. മാത്രല്ല 5ാമത്തെ പദം 17 ആണ്. ഇത് 17 ആകുന്നിടത്തോളം കാലം ഇതൊരു അരിതമെറ്റിക് സീക്വൻസ് സമാന്തര ശ്രേണി ആകുന്നിടത്തോളം കാലം 9 പദങ്ങൾ കൂട്ടിയാൽ 153 കിട്ടുക. കൂട്ടി നോക്കാം നമുക്ക് കേട്ടോ. 9 കൂട്ടോ. അതവിടെ അവസാനിക്കണില്ല, അങ്ങനെ പോകുന്നുണ്ട്. 9 കൂട്ടിയാൽ 153 ഉണ്ടാവും. 20 എടുക്കാം. 21 20 എടുക്കട്ടെ. 1 നടക്കട്ടെ. 20 20 അപ്പൊ 40 10 50 60 70 80 90 100 110 ആയില്ലേ. 110. ഈ 7 എടുക്കുക, 3 എടുക്കുക, ഒരു 10 അപ്പൊ 120 ആയി. ഇങ്ങനെ 10 കിട്ടും. 6 4 അപ്പൊ 130. 130 ഇതൊരു 10 9 140 148 5 150 കണ്ടാ. ഇനി 17 നിർത്തിയിട്ട് അങ്ങോട്ട് 2 കൂട്ടിയിട്ട് ഇങ്ങോട്ട് 2 കുറച്ച് നോക്കാം. അങ്ങോട്ട് 4 കുറക്കുക, ഇങ്ങോട്ട് 4 കൂട്ടുക എന്ന് വെച്ചാൽ 10 ഒക്കെ അങ്ങോട്ട് കൂട്ടാം. അപ്പൊ ഇവിടെ 10 കുറയുമ്പോൾ അതിനനുസരിച്ച് നെഗറ്റീവ് നമ്പർ ഒരു കുഴപ്പമില്ല. 9 പദങ്ങളുടെ തുക 153 ആയിരിക്കും. ഈ 5ാമത്തെ പദം
17 ആകുന്നിടത്തോളം കാലം. ഓക്കെ, അടുത്ത ദിവസം ഒരു സമാന്തര ശ്രേണിയുടെ 8ാം പദം 56 ആണെങ്കിൽ ആദ്യത്തെ 15 പദങ്ങളുടെ തുകയാണ്. The 8th term of an arithmetic sequence is 56. Find the sum of first 15 terms. ഒരു arithmetic sequence സംഖ്യകൾ അങ്ങനെ ഒരുപാടുണ്ട്, അങ്ങനെ പോകുന്നുണ്ട് അല്ലെ. നമ്മൾ സാധാരണ 3-4 സംഖ്യ എക്സെട്രാ. ഇതിലെ 8ാമത്തെ സംഖ്യ ഇവിടെ എഴുതാം. 8ാമത്തെ സംഖ്യ നമുക്ക് അറിയാം എത്ര, 56. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും അറിയില്ല കേട്ടോ, അപ്പുറപ്പുറം 8ാമത്തേന് നമുക്ക് 56 ആക്കിയിട്ട് കുറെ അധികം സീക്വൻസ് ഒക്കെ എഴുതാം. 8ാമത്തെ പദം നമുക്ക് 56 തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ശ്രേണിയുടെ ആദ്യത്തെ 15 സംഖ്യ കൂട്ടി എത്ര കിട്ടുകയെന്നാണ് ചോദ്യം. നേരെ തുക തന്നിട്ട് പദം ചോദിച്ചു, ഇവിടെ പദം തന്നിട്ടുള്ളത് തുക ചോദിച്ചു. എന്തായാലും ഓർക്കേണ്ടത് ഇത് തുകയാണ്, സമ്മാണ്. അത് ഓഡ് നമ്പർ അല്ല, ഒറ്റയല്ലേ. ഒറ്റയും തുകയുമാണ് വന്നതെങ്കിൽ, ഓടും സമ്മുമാണ് വന്നതെങ്കിൽ നമ്മൾ ഇത്ര ചെയ്യണം. 15 പദങ്ങളുടെ തുകയെ 15 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എന്തോ കിട്ടുമല്ലോ, മിഡിൽ ടേമിലെ. അത് എത്രാമത്തെ ടേമാ? 15-ാം 8ാമത്തെ ടേമല്ലേ. അപ്പൊ നമ്മൾ ആദ്യം ഈ ഇക്വേഷൻ എഴുതി x8 ഈക്വൽ ടു S15/50. ഇത് x ആണ്, ഇത് s ആണ് കേട്ടോ. ഇവിടെ ഇത് തന്നിട്ടുണ്ട്, ഇതാണ് കാണുന്നത് അല്ലെ. സോ S15 എങ്ങനെയാണ്? S15 ഈക്വൽ ടു മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഈ 15 ഇൻറ്റു x8 അല്ലെ, 15 ഇൻറ്റു 56, 56 15 ഗുണിക്കും. ഓക്കെ, 56 15 ഗുണിക്കാനെ 10 കൊണ്ട് 560, 560 അതിന്റെ പകുതി 15 ഗുണിക്കുക സുഖ, 10 കൊണ്ട് ഗുണിക്കുക. അപ്പൊ ഒരു 10 പൂജ്യം ചേർത്താൽ മതി. 56 കൂടെ 5 ഗുണിക്കണം, ആ 10 കൊണ്ട് പൂജ്യത്തിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ 15 കൊണ്ട് ഗുണിക്കണമെങ്കിൽ അത് രണ്ടും കൂട്ടിയാൽ മതി. 10 കൊണ്ട് ഒരു സംഖ്യ ഗുണിക്കാൻ 0 ചേർത്ത് കൊടുത്താൽ മതി. 5 കൊണ്ട് ഗുണിക്കണമെങ്കിലോ ആ 10 കൊണ്ട് പൂജ്യത്തിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ ഇത് ഗുണിച്ചാൽ 56, 10 ഗുണിച്ചാല് 10 ആണെങ്കിൽ 560. ഇനി 560ന്റെ പകുതി എടുക്കാം. 560ന്റെ പകുതി, 500ന്റെ പകുതി 250, 60ന്റെ പകുതി 30. അപ്പൊ 250 30 280 അല്ലെ, 300 കൂട്ടാം. 20 മാറ്റം കേട്ടോ, 300 കൂട്ടാം. അപ്പൊ 560 10, 560 300 860. ഞാൻ 20 കുറച്ചാ 840 കുറിച്ച് നോക്കിയാൽ കേട്ടോ. എന്താണ് 840? 8ാമത്തെ പദം 56 ആണ് എങ്കിൽ ആദ്യമൊരു സീക്വൻസ് ആക്കി സെറ്റാക്കി സമാന്തരശ്രേണിയാക്കി സെറ്റാക്കി നിർത്തുകയാണെങ്കിൽ ആദ്യത്തെ 15 പദങ്ങൾ കൂട്ടിയാൽ എത്ര കിട്ടാം? 540 കിട്ടും. കൂട്ടിയിട്ട് 540 കിട്ടുന്നില്ലെങ്കിൽ ഇത് അരിതമെറ്റിക് സീക്വൻസ് അല്ല. അരിതമെറ്റിക് ആണെങ്കിലും ഈ ടേം എത്രയാവില്ല? 56 ആവും. 8ാം പദം 56 ആയി നിലനിർത്തി അരിതമെറ്റിക് സീക്വൻസ് ആണ് എങ്കിൽ ആ 15 കൂട്ടി 540. 15 പദങ്ങൾ തൂകിയ 15 കൊണ്ട് വെച്ചാൽ മിഡിൽ ടേം കിട്ടും. അങ്ങനെയാണെങ്കിൽ ആ മിഡിൽ ടേമിനെ 15 കൊണ്ട് ഗുണിച്ചാൽ എണ്ണം ഇൻറ്റു മധ്യപദം, മധ്യപദവും മിഡിൽ ടേമും ഗുണിച്ചാൽ നമുക്ക് അതിന്റെ സമയം. ഓക്കെ, അത് ദിവസം ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക 150, ആദ്യത്തെ 10 പദങ്ങളുടെ തുക 550 എങ്കിൽ ശ്രേണിയുടെ 3ാം പദവും 8ാം പദവും കാണുക. ആദ്യത്തെ 3 പദങ്ങൾ എഴുതുക. The sum of first 5 terms of an arithmetic sequence is 150. The sum of first 10 terms of the arithmetic sequence is 550. Find its third term, 8th term, and write the first 3 terms of this arithmetic sequence. ആദ്യത്തെ 5 കൂട്ടിയാൽ 150, ആദ്യത്തെ 10 കൂട്ടിയാലോ 550. 3ാമതും 8ാമതും പിന്നെ ആദ്യത്തെ 3 പദങ്ങൾ എഴുതണം. S5 അല്ലേ, തുകയാണ്. ഓഡ് നമ്പർ ആണെങ്കിൽ ഒന്നും ആലോചിക്കണ്ട. എന്താ വെച്ചേ, 5 പദങ്ങളുടെ തുകയെ 5 കൊണ്ട് ഹരിച്ചാൽ നടുവത്തെ പദം കിട്ടും. ഏതാ? 5 നടു 5 കൊണ്ട് കൂട്ടിന്റെ പകുതി എടുക്കാം. കൂട്ടി 6ന്റെ പകുതി 3 അല്ലേ, 3ാമത്തെ പദം കിട്ടും. അതെങ്ങനെയാണ് ചോദിച്ചിരിക്കണത് അല്ലേ. അപ്പൊ 5 പദങ്ങൾ 150 അല്ലേ, 150ന് 5 കൊണ്ട് 30. ഓക്കെ, അപ്പൊ തേർഡ് ടേം കിട്ടി. 3ാമത്തെ പദം 30 ആണ്. അപ്പൊ ആദ്യത്തെ 2 അറിയില്ല. ചിലപ്പോ 20 25 30 അങ്ങനെയൊക്കെ, ചിലപ്പോ 10 20 30 അല്ലെങ്കിൽ 28 20 30 എങ്ങനെ അറിയില്ല. 3ാമത്തെ ആള് 30 ആണ്. അതിന്റെ അപ്പുറത്തെ ആൾ അപ്പുറത്തെ ആളാണ്. നമുക്ക് കോമൺ ഡിഫറൻസ് പൊതുവ്യത്യാസമായി ബാക്കിയൊക്കെ എളുപ്പം കിട്ടിയിരുന്നു. പക്ഷെ 8ാമത്തെ പദം കാണല്ലേ. ഇവിടെ നോക്കാം, 10 പദങ്ങൾ കൂട്ടി എത്ര? 550. 5 കൂട്ടിയപ്പോ 150, 10 കൂട്ടിയപ്പോഴോ 550. 8ാം പദം കാണണം അല്ലേ.
നോക്കാം. നോക്കാം, ഇതാണ് ആദ്യത്തെ 5 പദങ്ങൾ. ഇത് കൂട്ടിയപ്പോ 180. ആദ്യത്തെ 10 പദങ്ങൾ പറഞ്ഞപ്പോഴേക്ക് ഇവിടം വരെ ഉണ്ട് കേട്ടോ. ഇവിടം വരെ കൂട്ടിയ 180. ആദ്യത്തെ 10 ആൾക്കാർ കൂട്ടിയ 550. ഈ 550-നുള്ളിൽ ആരൊക്കെ ഒന്ന് ഇവിടുന്ന് ഇവിടം വരെ വന്നില്ലേ? ഇത് കൂട്ടിയാൽ തന്നെ 150 കിട്ടുന്നുണ്ട്. ഇവിടുന്ന് ഇവിടം വരെ കൂട്ടിയ 550 കിട്ടുന്നുണ്ടെങ്കിൽ ഈ ബാക്കിയുള്ള 5 കൂട്ടിയ ബാക്കി എത്ര കിട്ടണം? ഇത് മൊത്തം 550 നോക്കണം. ഇത് മാത്രം 150. അപ്പൊ 550 150 കുറച്ചൊക്കെ കിട്ടും 400 അല്ലേ? ആ 400 എന്തേക്കാരം? 6ാമത്തെ 7ാമത്തെ 8 9 10 അല്ലെ? ആ 5 സംഖ്യകൾ കൂട്ടുക ആണല്ലോ. അപ്പൊ നമുക്ക് തേർഡ് ടേം കിട്ടും അല്ലെ? ഇത് മാത്രം ആലോചിക്കാം. x6 x7 x8 x9 x10 ഈ 5 കൂട്ടിയാൽ 400 അല്ലെ? അല്ലേ? ക്വസ്റ്റ്യൻ 400 കാണൂല. വേറെ മാർഗം ഉണ്ട് ചെയ്യാൻ, ഞാൻ പറഞ്ഞത്. തേർഡ് ടേം കിട്ടി 8 ടേം കിട്ടുള്ള വേറെ മാർഗം. ഇത് x1 x2 x3 x4 x5. ഇതേതാ? x6 ആണ്, 7 ആണ്, x8 x9 x10 ആണ് അല്ലെ? ഇവിടെ x1 ഉണ്ട്, x2 x3 x4 x5. ഏതാ സംഖ്യ ഒന്നും നമുക്കറിയാം. കൂട്ടിയാൽ 150 കിട്ടും. ഇത് മൊത്തം കൂട്ടിയാൽ 550 കിട്ടും. അങ്ങനെ നമ്മൾ കണ്ടുപിടിച്ചു. ഇവൻ നമുക്ക് കിട്ടി. ഇവനാരാ? ഇവിടുത്തെ ആള് 30 ആണ് അല്ലെ? ആ 30. ഇനി ഇവനെ കിട്ടും. അതിന് എത്ര പണുള്ളൂ? ഈ 5 മാത്രം കൂട്ടിയത്രേ 400. എത്ര സംഖ്യന്റെ 5? 5 സംഖ്യ കൂട്ടി 5 കൊണ്ട് ഹരിച്ചാൽ, കുറച്ച് സംഖ്യ കൂട്ടി അതിന്റെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ അതിന്റെ ആവറേജ് അല്ലേ കിട്ടുക എന്ന് പറഞ്ഞാൽ നടു കിട്ടും. ഇവിടെ കറക്റ്റ് നടുവ് കിട്ടുക. കാരണം ഒരു പ്രത്യേക ഇൻക്രിമെന്റ് ആണല്ലോ. കോമൺ ഡിഫറൻസ് ഉണ്ടല്ലോ അല്ലെ? സമാനശ്രേണി ആണെങ്കിൽ കറക്റ്റ് നടുവ്. അപ്പൊ അത് കൂട്ടുക. എത്ര? കൂട്ടി എത്ര? 400. അതിന്റെ എണ്ണം കൊണ്ട് ഹരിക്ക 5 ആള്. ഇത് കൂട്ടിയല്ലേ 400? അതിന് 5 കൊണ്ട് ഹരിക്ക 48 അല്ലെ? പിന്നെ 0 80 അല്ലെ? 40 എത്ര? 5 8 പിന്നെ 0 80. ഇത് നടുത്താള്. ഏതാ നടുത്താള്? ഇവര് നടുവല്ല. ഇതിലെ നടു ഏതാ? 8ാമത്തെ ആള്. അതിനെ ചോദിച്ചിട്ടുണ്ട്. അതിനെ ചോദിക്കാൻ പറ്റുള്ളൂ. ഈ 5 കൂട്ടിയ 400 ആണ്. ക്വസ്റ്റ്യൻ 400 ഇല്ല. ഇത് മാത്രം 150. ഇത് മൊത്തം 550. 10 പദങ്ങളുടെ തുകയെ 10 കൊണ്ട് ഹരിച്ചാൽ നടു കിട്ടൂല. ഈവൻ നമ്പർ അല്ലേ? ഇരട്ടിയല്ലേ? അപ്പൊ പിന്നെ ആ പ്രോസസ് നടക്കൂല. പിന്നെ നമ്മൾ ഈ മാർഗം നോക്കല്ലേ? വേറെ മാർഗം ഉണ്ട് പറയാം. ഈ 5 കൂട്ടിയ 400. 550 150 കുറച്ച് 400. ഇത് കൂട്ടിയ 400 ആണെങ്കിൽ അതിന്റെ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കുക. 400ന്റെ എണ്ണം എത്ര? 10 ഉള്ളത് 5 ഉള്ളൂ അല്ലെ? 5 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 80 കിട്ടും. അതാണ് എന്ത്? 8ാമത്തെ പദം. അപ്പൊ തേർഡ് ടേമും കിട്ടി, 8th ടേമും കിട്ടി അല്ലെ? 3ാമത് 30, 8ാമത് 80 അല്ലെ? അപ്പൊ തന്നെ മനസ്സിലാകും. 3ാമത് 30, 3 30, 8 80. അപ്പൊ 4ാമത് 40, 5ാമത് 50, 6ാമത് 60, 2ാമത് 20, 1ാമത് 10 കഴിക്കാറോ അല്ലേ? 10 വീതമായിരിക്കും കൂടി പോകാന്ന് പെട്ടെന്നൊക്കെ മനസ്സിലാക്കുക കുറെ അല്ലെ? വേണ്ട, നമുക്ക് കോമൺ ഡിഫറൻസ് കാണാം, പൊതുവ്യത്യാസം കാണാം. എങ്ങനെ പൊതുവ്യത്യാസം കാണാം? ഏതെങ്കിലും 2 പദങ്ങൾ അറിഞ്ഞാല് പദവ്യത്യാസം സ്ഥാന വ്യത്യാസം അറിയില്ലേ? x8 x3 തമ്മിൽ കുറക്കുക ബൈ 8 - 3. x8 എത്ര? 80. x3 30 ബൈ 8 - 3 5. ഇത് കുറച്ച് എത്ര? 50 അല്ലേ? 50 × 5 10. അപ്പൊ പൊതുവ്യത്യാസം 10 ആണ് എന്നർത്ഥം. 10 വീതാണ് കൂടുക. നമുക്ക് 1ാമത്തെ 2ാമത്തെ അറിയില്ല. പിന്നെ 3ാമത്തെ അറിയില്ല എത്ര? 30. പിന്നെ 4, 5, 6, 7 അറിയില്ല. പിന്നെയോ 8ാമത്തെ അറിയാം അല്ലേ? അപ്പൊ ഇത് 10 ഇങ്ങനെ കൂട്ടി കൊടുത്താൽ മതി. 40, 50, 60, 70. 10 കുറച്ചൊക്കെ 20, 10. ഇതാണ് തീം അല്ലെ? അപ്പൊ ആദ്യത്തെ 3 പദങ്ങൾ പറഞ്ഞാൽ 10, 20, 30 കഴിഞ്ഞു. ഞാൻ ആ തീമിന് പറഞ്ഞേ ഉള്ളൂ. ഓക്കെ. ഇനി ഇത് വേറൊരു മെത്തേഡിൽ പറഞ്ഞാൽ 10 പദങ്ങൾ കൂട്ടിയാൽ 550. 5 കൂട്ടിയാൽ 150 അല്ലെ? x1 x2 x3 x4 x5 6 7 8 9 10 11 അങ്ങനെ പോകുന്നു കേട്ടോ. ഈ 10 കൂട്ടിയാൽ 550 ആണല്ലോ. സമാന്തര ശ്രേണിയുടെ പ്രത്യേകത ഈ 1ാമത്തതും 10ാമത്തതും കൂട്ടിയാൽ കിട്ടുന്ന ഉത്തരം എത്രയാണോ അത് തന്നെയായിരിക്കും 2ാമത്തതും 9ാമത്തതും കൂട്ടി. 6 8 10 12 14 16 നോക്കണ്ട.
ഈ സംഖ്യയും കൂട്ടിയത് ഇത് രണ്ടും കൂട്ടിയത് 2 വീതമല്ലേ പൂർണ്ണ കോമൺ ഡിഫറൻസ് അല്ലേ. 6ഉം 16ഉം കൂട്ടിയത് എത്ര 22. ഇത് രണ്ടും കൂട്ടി 22 ആണെങ്കിൽ ഇതും കൂട്ടിയാലും 22 ആവും. കൂട്ടിയേക്കാം 14 22 അല്ലെ. ഇതും കൂട്ടിയാലും 22 ആവും. ശരിയല്ലേ? അത് ഇത്ര ഉള്ളേ. 2 വീതമാണ് കൂടുന്നത് അല്ലെ. റൗണ്ട് 2 വീതം കുറയണം. ഇതും കൂട്ടിയാൽ 22 കിട്ടണ്ടല്ലോ അല്ലെ. ഇനി ഞാൻ ഇതുമാണ് 22 ഇതിന് പകരം ഞാൻ ഇത് എടുത്തു. അപ്പൊ 2 കൂടിയില്ലേ. അപ്പം 22 കൂടല്ലേ 26 അല്ലേ. ഇതിന് പകരം ഞാൻ അത് എടുത്തു. പക്ഷെ അതിന് പകരം എടുക്കുമ്പോ ആ 2 ഇവിടെ കുറയുണ്ട്. ഇത് രണ്ടും കൂട്ടിയ 22 സമയത്ത്. ഇനി ഇതിന് പകരം ഞാൻ ഇത് എടുക്കുകയാണ്. അപ്പൊ 2 കൂടിയേക്കും. ഇതിന്റെ കൂടെ കൂട്ടിയ 22 കിട്ടാം. ഇവർ കൂട്ടിയ 22 ആണെങ്കിൽ ഇതിന്റെ കൂടെ കൂട്ടിയ 22 2 കൂടില്ലേ. ആ 2 കൂടിയതിനെ കുറക്കും. ഇവിടെ കുറഞ്ഞില്ലേ. അപ്പൊ എത്ര കൂട്ടിയായിട്ടുണ്ട്. ഇനി ഇത് എടുക്കുമ്പോ എന്ത് ചെയ്യും? അപ്പൊ 2 കുറഞ്ഞ 2 ഇവിടെ കൂട്ടും. ഓക്കെ. അപ്പൊ 1ാമത്തെ പദവും 10ാമത്തെ പദവും കൂട്ടിയാൽ എത്രയാണോ കിട്ടുക അതന്നെയായിരിക്കും 2ാമത്തെയും 9ാമത്തെയും ടേം കൂട്ടുക. അത് തന്നെയായിരിക്കും 3ാമത്തെയും 8ാമത്തെയും കൂട്ടിയായിരിക്കും. 1ാമത്തെ പദത്തിന്റെ കൂടെ 10ാമത് കൂട്ടിയാൽ കിട്ടുന്ന ആൻസർ എത്രയാണോ അത് തന്നെയായിരിക്കും 2ാമത്തതും 9ാമത്തും. അത് തന്നെയായിരിക്കും 3ഉം 8ഉം. നിങ്ങൾ ഈ സഫിക്സ് നോക്കാൻ ചോദിക്കും. ഇവിടെ താഴെ 10ഉം 1 അല്ലേ. ഈ 10ഉം 1 ഇങ്ങനെ കൂട്ടിയ 11 പോണേ. ഈ 11നെ നിലനിർത്തി ഇങ്ങനെ കൊണ്ടാവും. കണ്ടോ? ഇത് 2 കൂടെ കുറഞ്ഞു. ഇത് കൂട്ടിയ 11 അല്ലേ. 8ഉം 3ഉം കൂട്ടിയ 11 അല്ലേ. പിന്നെ ഇത് 4 ആക്കാം. ഇതൊന്ന് കൂട്ടി ഇതൊന്ന് കുറക്കാം. ഇതൊന്ന് കൂട്ടുമ്പോ 4ാമത് ഒന്ന് കുറക്കുമ്പോ 7. 4 7 കൂട്ടിയ 11 ശരിയല്ലേ. 4 7 അത് കൂട്ടിയാല് അതേമാതിരി 5 മാറും. 5ഉം 6ഉം കൂട്ടിയാലും എത്ര കിട്ടുക സെയിം ആണ്. ഇതൊക്കെ സെയിം ആണ്. ഇതിന്റെ കൂടെ കൂട്ടി അങ്ങനെ കൂട്ടിയാലൊക്കെ സെയിം ആണ്. ഓക്കെ. ശരിക്കും ഇത് എത്ര ജോഡിയുണ്ട് എത്ര പെയറുണ്ട്? 10 പേര് പറഞ്ഞാൽ 10 ആളുണ്ട്. അപ്പൊ പെയറാക്കുമ്പോ 5 ജോഡി. 1ഉം 10ഉം ഒരു പെയർ അല്ലെ. 2ഉം 9 കിട്ടി. ഇത് വേറെ ഗ്രൂപ്പ് 5 ഗ്രൂപ്പ് 1 2 3 അല്ലെ. ഇവിടുന്ന് ഇവിടം വരെ കൂട്ടി എത്ര മൊത്തം 10 വരെ കൂട്ടാ. അതിനപ്പുറം ഉണ്ട്. 5 കൂട്ടി നമുക്കറിയാം എത്ര 150 അല്ലെ. 10 കൂട്ടിയാൽ 550 അല്ലേ. ഇത് മൊത്തം കൂട്ടി 550. ഈ 550നെ ഒരു ഗ്രൂപ്പ് 2 3 5 ഗ്രൂപ്പ് 1 2 3 4 5. ഇതിന്റെ ഉത്തരം ഇതൊക്കെ ഒരേ നമ്പർ വരും. ഇത് 2 കൂട്ടിയ 100 ആണെങ്കിൽ ഇതൊക്കെ 100 വരിക. ഇതൊന്നും കൂട്ടിയ 70 ആണെങ്കിൽ ഇത് കൂട്ടിയാൽ 70. ബാക്കി രണ്ടൊക്കെ 70 വരാം അല്ലെ. 10 ടീമില് 10 എണ്ണത്തില് 5 ഗ്രൂപ്പാണ്. മൊത്തം കൂട്ടിയ 550 ആണെങ്കിൽ അതിന് 5 ഗ്രൂപ്പ് ആകുമ്പോ എത്ര ഉണ്ടാവും? 550/5 ചെയ്താൽ മതി. 550/5 ചെയ്യാം. 1 1 0 110. ഈ 110 ആയിരിക്കും എന്ത് ഈ ഗ്രൂപ്പിന്റെ സം. ഇതിന്റെ ഉത്തരം 110. ഇത് 110. ഇതൊക്കെ 110 ആണ് വരിക. ഓക്കെ. അപ്പൊ 1ാമതും 10ാമതും കൂട്ടിയത് ഇതൊക്കെ കൂട്ടിയതൊക്കെ എത്ര 550/5 ഗ്രൂപ്പ് അല്ലേ. 110 ആണ് കിട്ടുക. ഇതാദ്യം മനസ്സിലാക്കാം. നമുക്ക് കിട്ടിയിക്കണേ 3ാമത്തെ പദം ഇത് കിട്ടും അല്ലെ. ഈവൻ നമ്പർ ആവുമ്പോൾ അതേ കാര്യങ്ങൾ ബുദ്ധിമുട്ടില്ല. ഈ എക്സ് എത്ര 3ാമത്തെ പദം 30 അല്ലേ. 3ാമത് 30, 8ാമത് 80 നേരത്തെ കിട്ടിയിരുന്നു. അതിന്റെ വേറെ വേർഷനാണ്. ഇതിൽ 3ാമത് ഇത് വെച്ചില്ല. 8ാമതും കിട്ടുന്ന മറ്റൊരു മാർഗമാണ് കേട്ടോ. ഇത് 1ാമതും 10ാമതും കൂട്ടിയാലും ഈ 2 9 കൂട്ടിയാലൊക്കെ എത്ര കിട്ടാം 110 അല്ലേ. അപ്പൊ 5ാമതും 6ാമതും കൂട്ടിയാലോ 110 അല്ലേ. എനിക്ക് ഇതാ വേണ്ടത്. 3ാമത് 8ാമതും കൂട്ടിയാലോ 110 അല്ലെ. 3ാം പദവും 8ാം പദവും കൂട്ടിയാൽ 110 കിട്ടും. ഈ 3ാമത്തെ വേറെ 30 കൊടുക്കാം. x8 അടക്കട്ടെ 110 അടക്കട്ടെ. ഈ 30 അങ്ങോട്ടുണ്ടോ എന്തോടും x8 110 മൈനസ് 30 കുറച്ചോക്കാം. അപ്പോഴും കിട്ടും 80. 8ാമത് 80 കണ്ടോ. അങ്ങനെയും ചെയ്യാട്ടോ. എന്നിട്ട് പിന്നെ ബാക്കി ചെയ്ത നേരത്തെ ചെയ്താൽ തന്നെ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ 14 24 32 എക്സെട്ര എന്ന സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ കുറെ പദങ്ങളുടെ തുകയുടെ കൂടെ 9 കൂട്ടിയാൽ പൂർണ്ണവർഗം കിട്ടുമെന്ന് സമർത്ഥിക്കുക. Prove that the sum of any number of terms of the arithmetic sequence 16, 24, 32 etc. starting from first added to 9 gives a perfect square. ഒരു സമാന്തര ശ്രേണി arithmetic sequence. ഫസ്റ്റ് ടേം എത്രയാണ്? എഫ് അല്ലെങ്കിൽ x1 എത്രയാണ്? 16. എത്ര ഇതിന്റെ പൊതു വ്യത്യാസം കോമൺ ഡിഫറൻസ് 7 അല്ലെ. ഇതിൽ ആദ്യത്തെ കുറച്ച് പദങ്ങൾ കൂട്ടുക. എത്രണ്ണം കൂട്ടാം?
5 കൂട്ടുക, 6 കൂട്ടുക, എത്ര കൂട്ടുക? കുറച്ച് പദങ്ങൾ കൂട്ടിയതിനു ശേഷം അതിലേക്ക് 9 കൂട്ടുക. അപ്പോൾ ഒരു പൂർണ്ണവർഗം കിട്ടും, പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. തെളിയിക്കാനാണ്, എക്സാമ്പിൾ കാണിച്ചു തരാം, പക്ഷെ തെളിയിക്കാൻ കേട്ടോ. ആദ്യത്തെ 2 കൂട്ടുകാർക്ക് 16, 24 കൂട്ടുക. ആ ആൻസറിലേക്ക് ഒരു 9 കൂട്ടുക. ആദ്യത്തെ 3 കൂട്ടുക 16, 24, 32. അതിലേക്ക് ഒരു 9 കൂട്ടുക. ആദ്യത്തെ 4 കൂട്ടുക 16, 24, 32. അടുത്തതിലേതാ 8 കൂടുമ്പോ 40. അടുത്ത ടേം അതിലേക്ക് ഒരു 9 കൂട്ടുക. ഈ കിട്ടുന്നതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണ്, പൂർണ്ണവർഗമാണ് തെളിയിക്കാനാണ്. നോക്കാം നമുക്ക്. 20, 30, 40, 49 കൂട്ടും. ഇതാ ഇത് ഇതിന്റെ സ്ക്വയർ ആണ്, പെർഫെക്റ്റ് സ്ക്വയർ ആണല്ലേ, പൂർണ്ണവർഗമാണ്. അപ്പോ ഇതും അടക്കപ്പത്ര 49, ഒരു 31 കൂട്ടും, 81 കൂട്ടും അല്ലെ, 81. അപ്പൊ ഇതും 32 അടക്കം 81. അതിക്കത് കൂട്ടുമ്പോ 121 കൂട്ടും. ആണോ? ഇത് 15 സ്ക്വയർ ആണ്. 3 കൂട്ടിയിട്ട് 4 കൂട്ടുമ്പോൾ കൂട്ടുക, 5 കൂട്ടുമ്പോൾ കൂട്ടുക, 10 കൂട്ടുമ്പോൾ കൂട്ടുക, 7 കൂട്ടുമ്പോൾ കൂട്ടുക, എത്ര കൂട്ടിയിട്ട് 9 കൂട്ടിയാലും അത് ഒരു പൂർണ്ണ വർഗമായിരിക്കും, പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും തെളിയിക്കാൻ. 2 കൂട്ടിയില്ല, നമ്മൾ 1 മാത്രം എടുത്തോക്കാം. 1 കൂട്ടുക 1 തന്നെ 16. അത് 16 9 കൂട്ടിയേക്കാം, 25 കിട്ടാൻ സ്ക്വയർ. കേട്ടാ എത്ര പദത്ത് കൂട്ടിയാലും ഫസ്റ്റ് തുറങ്ങട്ടോ, എത്ര പദത്ത് കൂട്ടിയാലും 9 കൂട്ടിയതിനു ശേഷം അപ്പൊ നമുക്കൊരു പൂർണ്ണവർഗം കിട്ടുന്നതാണ് തെളിയിക്കുക. ഓക്കെ, അപ്പൊ ചെയ്യൽ എങ്ങനെയാണ്? S2 2 പദങ്ങൾ തുക, S3 3 പദങ്ങൾ, S4 4 പദങ്ങൾ, S10 10 പദങ്ങൾ. എത്ര പദങ്ങൾ തുകയാണ് എന്ന് പറഞ്ഞാൽ SN, അതിലേക്ക് 9 കൂട്ടുക, SN-ലേക്ക് 9 കൂട്ടുക. അങ്ങനെ കിട്ടുക. 1 കൊടുത്താൽ S1 + 9, 2 കൊടുത്താൽ S2 + 9. എത്ര പദങ്ങൾ കൊടുത്ത് കൂട്ടിയതിനു ശേഷം 9 കൂട്ടിയാലും കിട്ടുന്നത് പൂർണ്ണവർഗം, പെർഫെക്റ്റ് സ്ക്വയർ തെളിയിക്കാനല്ലേ. അപ്പൊ ഒരു കാണിക്കാം നമുക്ക്. S9 SN + 9 SN + 9 ഈക്വൽ ടു എന്താ? SN ആണ് ഇക്വേഷൻ. n/2 x1 + xn അല്ലേ. x1 ഇവിടെ റെഡിയാണ്, n പറഞ്ഞാൽ n ആണ് നിർത്തിയാണ്. xn ആദ്യം കാണാം അല്ലെ. നമുക്ക് ആദ്യം xn കാണാം. xn ഈക്വൽ ടു ഇക്വേഷൻ dn + f - d അല്ലെ, അല്ലെങ്കിൽ x1 + n - 1 dy. dn എത്ര? d ഇതല്ലേ dn. f - d, f എത്ര? 16 - d അറിയുമ്പോ 8 അല്ലെ. 8n + 8. ഇതാണ് xn. ഓക്കെ, ഇനി നമുക്ക് ഇതാ ഇത് ചെയ്യാം. SN പകരം n/2 x1 + xn ഇക്വേഷൻ അല്ലെ, ഇത് കൊടുക്കും. പിന്നെ +9 ഈക്വൽ ടു n/2 അതുപോലെ x1 പകരം 16, xn പകരം 8n + 8. അപ്പൊ ഇത് എഴുതി, ഇത് 3 എഴുതി അല്ലെ. 9 അതുപോലെ ഈക്വൽ ടു n/2 അടങ്ങും. 16ഉം 8ഉം കൂട്ടി 24, പിന്നെ 8 തന്നെ. അപ്പൊ നമുക്ക് ആദ്യം 8 തന്നെ എഴുതാം, പിന്നെ 24 എഴുതാം. അപ്പുറത്തൊരു 9 ഉണ്ട് അല്ലെ. ഈക്വൽ ടു n/2 ഇങ്ങോട്ടും മുടിക്കാം. n/2 × 8n, n/2 × 24. ഇത് ഇങ്ങോട്ടേ വരുള്ളൂ, ഇവിടെ വരില്ല. പിന്നെ +9. ഇത് രണ്ടും കട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ 4 അല്ലേ, ഒരു 4ഉം n-ഉം n. അപ്പൊ 4n². ഇത് കട്ട് ചെയ്താ എത്ര ചെയ്താ? 24. 24 കട്ട് ചെയ്ത് എത്ര ചെയ്താ? 12 അല്ലേ. 12n വരും. പിന്നെ +9 ഉണ്ടാവും അല്ലെ. ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആക്കണം. ഓക്കെ, ഇത് 2ന്റെ സ്ക്വയർ, ഇത് n-ന്റെ സ്ക്വയർ. ഇതിനെ 2n ഹോൾ സ്ക്വയർ നേരം. ഇത് 3ന്റെ സ്ക്വയർ, അത് അവിടെ. ഇത് 2n ഹോൾ സ്ക്വയർ 3. ഇതിനെ 2n × 3 നേരം. നോക്കണേ, 12n ഈ ഷേപ്പിൽ 2 × 2 4, 4 × 3 12, n 12n. ഓക്കെ, a² + 2ab + b². ഇതാണ് a². 2 × ഇതേ a ഇവിടെ ഉണ്ട് +b, 2n × a × b + b². കണ്ടോ, ഇത് 2n ഇവിടെ അവിടെ. ഇത് 2n സ്ക്വയർ, അത് 3ന്റെ സ്ക്വയർ. ഇത് 2n + 3 ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷൻ ആണ്. ഇതിനെ 2n + 3 ഹോൾ സ്ക്വയർ നേടാം. a + b ഹോൾ സ്ക്വയർ ഈക്വൽ ടു a² + 2a + b² അല്ലേ. അങ്ങനെ ഇതിനെ എക്സ്പാൻഡ് ചെയ്താൽ നമുക്ക് ഇങ്ങനെ. അപ്പൊ ഇതൊരു ഹോൾ സ്ക്വയർ മോഡലായപ്പോ നമുക്ക് എന്ത് കിട്ടും? ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് കളി. ഓക്കെ, പൂർണ്ണവർഗം തെളിയിക്കാനല്ലേ. അടുത്ത ദിവസം 9ന്റെ ഗുണിതങ്ങളായ എല്ലാ 3 അക്ക സംഖ്യകളുടെയും തുക കാണുക. Find the sum of all 3-digit numbers which are multiple of
9. 9ന്റെ ഗുണനങ്ങൾ ഏതൊക്കെ നമുക്കറിയാം. 9, 18, 27, 36 അങ്ങനെ എക്സെട്ര പോലെ. പക്ഷേ മൂന്നക്ക സംഖ്യയിലേക്ക് ചാടും. ഏതൊക്കെ 3 ഡിജിറ്റ് നമ്പേഴ്സിൽ സ്റ്റാർട്ട് ചെയ്യാം. 100 മുതൽ 999 അല്ലേ ശരിക്കും മൂന്നക്കം അല്ലേ. 100, 101, 102 അങ്ങനെ പോയി ലാസ്റ്റ് 999. ഇതാണ് ശരിക്കും മൂന്നക്ക സംഖ്യകൾ. ഇവരുടെ തുകയല്ല കാണുന്നത്. നാം മൂന്നക്ക സംഖ്യയുടെ തുക കണ്ടാൽ മതി. 9ന്റെ ഗുണനങ്ങളായ മൂന്നക്ക 3 ഡിജിറ്റ്. ഇതിൽ പലരും 9ന്റെ മൾട്ടിപ്പിൾസ് ആണ്. അങ്ങനെയുള്ളവരുടെ തുകയാണ് കാണുന്നത്. അതിന് ആരൊക്കെന്ന് അറിയണം, അവരുടെ എണ്ണം കാണണം. സമ്മ് കാണണമെങ്കിൽ എണ്ണം കാണണ്ടേ, തുക കണ്ടേ, തുക കണ്ടെങ്കിലേ. അപ്പോ 9ന്റെ ഗുണനങ്ങൾ നമുക്ക് ആലോചിച്ചിട്ട് കുറെ ഒക്കെ കിട്ടുട്ടോ. പക്ഷെ അത് എപ്പോഴും കിട്ടില്ല. ഫസ്റ്റത്തെ കുഴപ്പമില്ല, ലാസ്റ്റത്തെ കിട്ടാൻ ചിലർക്ക് ബുദ്ധിമുട്ടാവും. 9ന്റെ അല്ല, ചിലപ്പോൾ 8ന്റെ 6ന്റെ ചോദിച്ചത്. 9ന്റെ ഗുണനങ്ങൾ എങ്ങനെ വന്നു? 9, 18, 21, 90, 90 കഴിഞ്ഞാൽ 99 ഇല്ലേ. 99 2 ഡിജിറ്റ് ആണ്. 99 കഴിഞ്ഞാൽ പിന്നെ അതില്ല 9 കൂട്ടി കൊടുത്താൽ പോരെ. 9ന്റെ ഗുണനങ്ങളാണ് 9 കൂടി ഇങ്ങനെ പോണാണ്. അപ്പൊ 90 കഴിഞ്ഞാൽ 99, 99 കഴിഞ്ഞാൽ 108. അപ്പൊ 108 ആണ് ആദ്യത്തെ സംഖ്യ വരെ അല്ലെ. 108 കിട്ടിയാ പിന്നെ കുഴപ്പമില്ല, 9 കൂട്ടിയാ 108 കിട്ടിയാ 117, 126, 135 എക്സെട്ര അങ്ങനെ പോകും. ലാസ്റ്റ് താളം അത് എണ്ണിയൊക്കെ ഒന്നും വേണ്ട. 999 9ന്റെ മൾട്ടിപ്പിൾ ആണല്ലോ അല്ലെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ അവസാനത്തിൽ കൊണ്ടുവരും. ഇതൊക്കെ ഊഹിച്ചാൽ കിട്ടും, ചിലത് ഊഹിച്ചാൽ കിട്ടും. 7ന്റെ മൾട്ടിപ്പിൾ ആണ് എങ്കിൽ ഫസ്റ്റത്തെ കിട്ടാൻ കുഴപ്പമുണ്ടാവില്ല, അവസാനത്തെ കിട്ടാൻ ബുദ്ധിമുട്ടാവും. 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിലോ 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 7 ആണെങ്കിലോ നമ്മൾ 7, 14, 21 അങ്ങനെ പോയി 70 വരെ പോകും. 70 കഴിഞ്ഞാൽ 77 കഴിഞ്ഞാൽ 84, 91, 98 അല്ലെ. 98 വരെ അതിന്റെ മൾട്ടിപ്പിൾ ആണ് 2 ഡിജിറ്റ് ആണ്. 98 കഴിഞ്ഞാ 7 കൂട്ടം 105. അപ്പൊ 105 കിട്ടി. 112, 119 എക്സെട്ര അല്ലെ. കുഴപ്പമില്ല. പക്ഷെ ഇതിനെങ്ങനെ കിട്ടാം? ഇതിങ്ങനെ 7 കൂട്ടി 999 അവിടെ വരെ പോലും നടക്കില്ല. അപ്പൊ അതിന് എന്ത് വേണം, ഒരു ബേസിക് അല്ലെങ്കിൽ കാര്യം അറിഞ്ഞിരിക്കണം. 7ന്റെ മൾട്ടിപ്പിൾ ആണെങ്കിൽ 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 0 ആണ് വരിക. ശിഷ്ടം 0 പോകും. 9ന്റെ മൾട്ടിപ്പിൾ ആണെന്ന് അറിയാൻ ഞാൻ 9 അരിച്ചു നോക്കിയാൽ മതി. ശിഷ്ടം 0 ആണോ? 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 0 അല്ലേ? 9ന്റെ മൾട്ടിപ്പിൾ അല്ല. അങ്ങനെ നോക്കാം. ഇത് നമുക്ക് അല്ലെങ്കിലും കിട്ടും അല്ലെ. 100, 99 9ന്റെ മൾട്ടിപ്പിൾ ആണ്. 99 കഴിഞ്ഞാൽ പിന്നെ 9 കൂട്ടിയാൽ 108 കിട്ടും. 108 9ന്റെ മൾട്ടിപ്പിൾ 101 അല്ല. 99 കഴിഞ്ഞാൽ പിന്നെ 9 കൂടെ 108. 108 9ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പൊ 108 നമുക്ക് ആദ്യം കിട്ടാം. ഓക്കെ. അപ്പൊ ഇതാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്, മൂന്നക്ക സംഖ്യ. 3 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ മൾട്ടിപ്പിൾ ഓഫ് 9 ആണ് നമുക്ക് വേണ്ടത്. അവരുടെ സമ്മാനം അല്ലെ. അത് ആരൊക്കെയാണ്? അത് ഫസ്റ്റ് വരെ 108 ആണ്. പിന്നെയോ 117, 126 എക്സെട്ര. ലാസ്റ്റ് താളം നമുക്ക് കൂടെ കിട്ടും. ഇത് 9ന്റെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ 999. ഓക്കെ. ഇതാണ് 9ന്റെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഇനി ഇവരുടെ എണ്ണവും ഇവരുടെ തുകയാണ് കാണുന്നത്. n ഈക്വൽ ടു xn മൈനസ് x1 ബൈ d പ്ലസ് 1. ഇതില് ലാസ്റ്റും ഫസ്റ്റും കുറക്കാം. ഇതല്ലേ ലാസ്റ്റ് മൈനസ് ഫസ്റ്റ് 108 ബൈ കോമൺ ഡിഫറൻസ് എത്ര 100 പ്ലസ് 1. ഇത് കുറക്കാം. 999 108 കുറക്കും. 9 12 9 0 9 9 891 ബൈ 9 പ്ലസ് 1 ഈക്വൽ. ഇത് നമ്മൾ ഡിവൈഡ് ചെയ്യണം. 89 9 81 അപ്പൊ 9 ഉണ്ടാവും. 81 കഴിഞ്ഞ് ബാക്കി 8 ഉണ്ട്. ആ 8ഉം 1ഉം ചേർന്നാൽ 81, അതിൽ 9. അപ്പൊ ഇത് ഹരിച്ച 9 കേട്ടോ. 99 കിട്ടും. പ്ലസ് 1 ഉണ്ട് അല്ലെ. അപ്പൊ തരിക 100. അതായത് 9ന്റെ ഗുണിതങ്ങളായി വരുന്ന മൂന്നക്ക സംഖ്യ ഉണ്ട്. There are 100 3-digit numbers which are multiples of 9. അപ്പൊ ഇവരുടെ തുകയാണ് കണ്ടത്. ഇവരുടെ അല്ല കേട്ടോ. എന്താണ് സമ്മാളിക്കേഷൻ? Sn ഈക്വൽ ടു n/2 x1 പ്ലസ് xn n/2 s 100 അല്ലെ. 100 n/2 പറയുമ്പോ 100/2. ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് 108ഉം 999 കൂട്ടുക. ഇത് 50 ഇത് കൂട്ടാം. 9 15 ഇഷ്ടം 10 9 2 15 50 ഇൻറ്റു 1107 തമ്മിൽ ഗുണിക്കാം. 55,370 ഇവരുടെ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
ആറിന്റെ ഗുണനങ്ങളായ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് അവയുടെ തുകയെന്ന്. How many 3-digit numbers are there which are multiples of 6? Calculate their sum also. മൂന്നക്ക സംഖ്യ നമുക്കറിയാം. ആരൊക്കെ മൂന്നക്ക സംഖ്യ 3 ഡിജിറ്റ്? 100, 101, 102, 103 അങ്ങനെ പോയിട്ട് 999. ഇതാണ് മൂന്നക്ക സംഖ്യ 3 ഡിജിറ്റ് നമ്പേഴ്സ്. പക്ഷെ ഇതിന്റെ എണ്ണവും ഇതിന്റെ തുകയല്ലേ കണ്ടത്. പിന്നെ ഇതിന്റെ എണ്ണം എങ്ങനെ വേണം? എണ്ണം കാണുന്നില്ല. ലാസ്റ്റ് ടേം ഫസ്റ്റ് ടേം കുറക്കുക, കോമൺ ഡിഫറൻസ് കൊണ്ട് ബൈ ചെയ്യുക, ഒന്ന് കൂട്ടുക. ഇതിനെണ്ണം ചോദിച്ചാൽ എത്ര മൂന്നക്ക സംഖ്യകളുണ്ട് ശരിക്ക്? 999 100 വെച്ചോക്കാം 899. ബൈ കോമൺ ഡിഫറൻസ് ആണ് ബൈ 1. വേണ്ട, 1 വരും പ്ലസ് 1 കൂടെ ചെയ്യണം. ഇപ്പൊ എത്ര? 900 3 ഡിജിറ്റ് ഉണ്ട്. എന്നാൽ ഇതിൽ ചില സംഖ്യകൾ മാത്രമേ 6ന്റെ മൾട്ടിപ്പിൾ ഉള്ളൂ. മൾട്ടിപ്പിൾസ് ഓഫ് 6 ആണ് നമ്മൾ കാണുന്നത്. എത്രണ്ണം? 6ന്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെ എത്രണ്ണം കാണണം, അതിന്റെ തുകയും കാണും അല്ലെ. 6ന്റെ മൾട്ടിപ്പിൾസിന്റെ പ്രത്യേകത എന്താ? 6 കൊണ്ട് ഹരിച്ച ശിഷ്ടം 0 കിട്ടും, റിമൈൻഡർ 0 കിട്ടും. ഒരു സംഖ്യനെ 6 കൊണ്ട് ഹരിച്ച റിമൈൻഡർ ശിഷ്ടം 0 ആണെങ്കിൽ അത് 6ന്റെ മൾട്ടിപ്പിൾ. ശിഷ്ടം 0 അല്ലെങ്കിലോ 6ന്റെ മൾട്ടിപ്പിൾ. ഒരു സംഖ്യനെ 6 കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്ന റിമൈൻഡർ ഏതൊക്കെ വരാം? 6 കൊണ്ടാണെങ്കിൽ 0, 1, 2, 3, 4, 5 വരെ. 6 കൊണ്ട് ഹരിച്ച 6 0 കിട്ടൂല കേട്ടോ. ശിഷ്ടം എന്ന് പറഞ്ഞാൽ ബാക്കിയാണ്. അതിന്റെ ഉള്ളിൽ പരമാവധി 6കളെ 6കൾ എടുത്തിട്ട് വരുന്ന ലാസ്റ്റ് ആ വേസ്റ്റ് ആണ്. ആ വേസ്റ്റ് 6നേക്കാൾ ചെറുതാവും. അത് 6 6നേക്കാൾ വലുതാവും. അതിന്റെ ഉള്ളിൽ പിന്നെ 6 എടുത്തൂടെ. എത്രമാത്രം 6കൾ 6കൾ എടുക്കാൻ പറ്റുമോ അത്രയും എടുത്തതിന് ശേഷം വരുന്നതാണ് അതിന്റെ റിമൈൻഡർ. അപ്പൊ ആ റിമൈൻഡർ 6നേക്കാൾ ചെറുതായി. 6 റിമൈൻഡെങ്കിലോ അത് പിന്നെ 6 എടുത്തൂടെ. എടുക്കാൻ പറ്റാതെ ആകുന്നവരെ എടുക്കുക. അപ്പൊ എടുക്കാൻ പറ്റാതെ ആണെങ്കിൽ 6നേക്കാൾ ചെറുതാണ്. ഒരു സംഖ്യനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത റിമൈൻഡർ ഏതാ വരെ ശിഷ്ടം? ഏതൊക്കെ വരാം? 0 വരും, 1, 2 വരും കേട്ടോ, 3 വരും. പിന്നെ ഒരു സംഖ്യനെ 4 കൊണ്ട് ഹരിച്ചാലോ 0 വരാം, 1, 2, 3 വരാം. ഒരു സംഖ്യനെ 7 കൊണ്ട് ഹരിച്ചാൽ 7ന്റെ താഴെ വരുന്നവരാണ് എന്താ പറയാ റിമൈൻഡർ വരും. 7 റിമൈൻഡർ ആവും കേട്ടോ. അപ്പൊ ഇതില് 6ന്റെ ടീം ആരൊക്കെ നോക്കാം. 6ന്റെ നമ്മൾ ഊഹിച്ചാൽ അവിടെ കിട്ടും. ഇവിടെ ബുദ്ധിമുട്ടാ. 6, 12, 18, 60, 60 കഴിഞ്ഞാൽ 6 കൂട്ടിയാൽ മതി അല്ലേ. 60 കഴിഞ്ഞാൽ പിന്നെ 60ന്റെ പകുതി 30 കൂട്ടിയാൽ മതി. അപ്പൊ 90 ആയി. 90ക്ക് 6 കൂട്ട 96, 96ക്ക് 6 കൂട്ട 102. അങ്ങനെയൊക്കെ എത്താൻ പറ്റും ഫസ്റ്റിലേക്ക്. ഫസ്റ്റത്തെ 6ന്റെ മൾട്ടിപ്പിൾ 3 ഡിജിറ്റ് വരില്ല. 3 അക്കം 102. 102 കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല, 6 കൂട്ടിയാൽ മതി. 102 കഴിഞ്ഞാൽ 108, 114, 120 അങ്ങനെ പറയുന്നത്. പക്ഷെ അതിന്റെ ലാസ്റ്റ് ആളോട് കിട്ടിയാൽ എണ്ണം കാണാൻ പറ്റും. 999 അങ്ങനെ 6 കൂട്ടിപ്പോലെ നടക്കില്ല. അപ്പോ 6ന്റെ മൾട്ടിപ്പിളിലെ ഫസ്റ്റത്തെ ആള് കിട്ടാനുള്ള മാർഗം അതുപോലെ ലാസ്റ്റത്തെ ആളെ കിട്ടാനുള്ള മാർഗമാണ് പറഞ്ഞത്. ഓക്കെ, ഇതിനെ ഫസ്റ്റത്തെ 100 അല്ലേ ചെക്ക് ചെയ്ത് നോക്കാം. ഇത് 6ന്റെ മൾട്ടിപ്പിൾ ആണ്. എങ്ങനെ നോക്കാം? 6 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ശിഷ്ടം റിമൈൻഡർ 0 ആണെങ്കിൽ ഇവൻ 6ന്റെ മൾട്ടിപ്പിൾ ആണ്, അല്ലെങ്കിലോ ഇവനാവൂല. പിന്നെ ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ചെടുത്താൽ കിട്ടും കേട്ടോ. 10 എത്ര? ഒരാൾ 6 അല്ലേ, ബാക്കി 4. 4 6 6 36. ഇഷ്ടം 4. നോക്കണേ, 100ന്ന് 6കൾ എടുത്താൽ 16 പ്രാവശ്യം 6 എടുക്കാം. 16 6 96 വരും, ബാക്കി 4. അപ്പോ ഇത് 6നെ കൊണ്ട് ഹരിച്ചപ്പോ റിമൈൻഡർ 0 അല്ല, ഇത് 6ന്റെ മൾട്ടിപ്പിൾ അല്ല, പോനെ പറ്റില്ല. ഇതുകൊണ്ട് ഹരിച്ചപ്പോ റിമൈൻഡർ 4 ആണെങ്കിൽ 4 ബാക്കി ഉണ്ടെങ്കിൽ ഇതിനെ ഹരിച്ചിട്ടുണ്ടെങ്കിലോ 5 ബാക്കി ഉണ്ടാവും അല്ലെ. 5 അല്ലേ ബാക്കിയില്ല. ഇതിനെ ആണെങ്കിലോ 6 ബാക്കി ഉണ്ടാവും. ഇതിനെ ഹരിച്ചാൽ എത്ര ബാക്കി? ഇതിൽ തന്നെ 4 ബാക്കിയാണ്. 100 101 അപ്പൊ 5 ബാക്കി ഉണ്ടാവും. 102 6 ബാക്കി ഉണ്ടാവില്ല. അതിന്റെ ഉള്ളിൽ നിന്ന് 6 എടുത്തൂടെ. 6 എടുക്കാം അല്ലെ. 5 വരെ റിമൈൻഡർ വരുള്ളൂ. അപ്പൊ ഇത് റിമൈൻഡർ 4 ആണെങ്കിൽ റിമൈൻഡർ 5. ഇതിന്റെ റിമൈൻഡർ 0 ആണ് ഇത് എന്ന് പറഞ്ഞാൽ ഇവനാണ് ഫസ്റ്റ് നമ്മള് അന്വേഷിക്കുന്ന ആൾ. 102. ഇനി അല്ലെങ്കിൽ വേറെ മാർഗം, ആ 102ക്ക് എത്താനുള്ള മാർഗം, ഫസ്റ്റത്തെ ആളെ കിട്ടാനുള്ള മാർഗം പറഞ്ഞ നമ്മള് 100നെ ഹരിച്ചത് നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്ര? 4. അത് കുറക്കാം. കിട്ടിയ റിമൈൻഡർ കുറക്കാം. നമുക്ക് വേണ്ട റിമൈൻഡർ എത്ര? നമുക്ക് എത്ര റിമൈൻഡർ വരാൻ പാടുള്ളൂ? 6ന്റെ മൾട്ടി 0 അല്ലേ, അത് കൂട്ടുക. കിട്ടിയ ശിഷ്ടം കുറക്കുക. ഇതിനെ കിട്ടിയ ശിഷ്ടം കുറക്കുക. നമുക്ക് വേണ്ട ശിഷ്ടം കൂട്ടുക. എന്നിട്ട് അതിന്റെ ബൗണ്ടറി നോക്കുക, ആ അതിർത്തി നോക്കുക. എന്ന് പറഞ്ഞാല് 100ന്റെയും 999 ഇടയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണെങ്കിൽ ഓൻ എടുക്കാം, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യും. ആ ബൗണ്ടറിക്ക് സെറ്റ് ആക്കാം കേട്ടോ. 100ന് കിട്ടിയ റിമൈൻഡർ കുറക്കുക. വേണ്ട റിമൈൻഡർ എത്ര? 0 അല്ലേ, അത് കൂട്ടും. ഇത് കുറച്ച് വെക്കാം. 96ക്ക് 0 കൂട്ടിയേക്കാം. 96 അല്ലേ. ഈ 96 ഈ ബൗണ്ടറിയിൽ പെടും.
ഇതിന്റെ അടിയിൽ പെടും. 100 മുതൽ 999 പെടില്ലല്ലോ. എങ്കിൽ അതിന് ആ ബൗണ്ടറിക്ക് ചാടിക്കുക എന്ത് ചെയ്യണം? 96 അപ്പുറത്തെ വരിക. 6 വീതം കൂടിപ്പോണ ടീമല്ലേ, ഒരു 6 പ്ലസ് ചെയ്താൽ +6 ചെയ്യും. ഇപ്പൊ ഇത് എത്രയായി? 102. അങ്ങനെ നമുക്ക് ഫസ്റ്റ് ടേം കാണാം. അല്ലെങ്കിൽ ഇവിടെ ആലോചിച്ചാൽ റിമൈൻഡ് 4 ഇതാകുമ്പോ റിമൈൻഡ് 5 വരും, ഇതാകുമ്പോ റിമൈൻഡ് 0. ആ ഫസ്റ്റ് ആള് 102. അപ്പൊ 102 നമ്മുടെ സീക്വൻസ് എങ്ങനെ തുടങ്ങാം? 102 6 കൂട്ടിക്കോ, 6 കൂട്ടുമ്പോ 108, 114, 120. കഴിഞ്ഞില്ല. അവസാനത്തെ ആള് കിട്ടിയാലേ എണ്ണം കാണാൻ പറ്റും. എങ്ങനെ കാണാം? ഇവൻ 6ന്റെ മൾട്ടിപ്പിൾ ആണോ നോക്കി, എങ്ങനെ 6 കൊണ്ട് ഹരിക്കുക. ഇഷ്ടം 0 ആണെങ്കിൽ ഓനെ പറ്റും, അല്ലെങ്കിൽ അതിനനുസരിച്ച് നോക്കട്ടോ. 9 എത്ര? 1 ബാക്കി 3 39. 6 36 ബാക്കി ഇവിടെ 3 9. 39 എത്ര? 6 36 ബാക്കി 3 സിസ്റ്റം. ഇതിനെ ഹരിച്ചാൽ സിസ്റ്റം 3 അല്ലേ? അപ്പോ ഇതാണ് മൾട്ടിപ്പിൾ ആണെങ്കിൽ നമുക്ക് സിസ്റ്റം 0 വരാം. 999 ബാക്കി 3 ഉണ്ടാവും. 1000 ആണെങ്കിലോ 4 ബാക്കി അല്ലേ? അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വന്നോക്കാം. 999 ആണെങ്കിൽ 99, 98, 97, 96 കേട്ടോ. ഇതിനെയാണെങ്കിൽ റിമൈൻഡ് 3 വരും. ഇതായിരുന്നെങ്കിലോ റിമൈൻഡ് 4 ആണ് വരിക. അല്ല, ഇവിടെ 2 അല്ലേ? റിമൈൻഡ് 3 വരും. സിസ്റ്റം 2 വരും. സിസ്റ്റം 1 വരും. സിസ്റ്റം 0. സിസ്റ്റം 0 വരാരാ? 996 0. ഇതുകൊണ്ട് സിസ്റ്റം 3 ബാക്കിയല്ലേ? ഇതാണ് 2 ബാക്കി ഉണ്ടാവുള്ളൂ, ഇതാണ് 1 ബാക്കി ഉണ്ടാവുള്ളൂ. ഇതാകുമ്പോ 0 ബാക്കി. 0 ബാക്കി പറഞ്ഞാൽ ബാക്കിയില്ല, അത് 6 മൾട്ടിപ്പിൾ ആവും. അപ്പൊ 996 ലാസ്റ്റ് ആൾ കിട്ടുക. ഇനി അതല്ല, വേറെ മാർഗം പറഞ്ഞുതരാം. ഇങ്ങനെ അയച്ചാൽ നമ്മൾ ഇതുപോലെ എങ്ങനെ വേണം? എക്സൻ എങ്ങനെയാണോ? എക്സൻ ഈക്വൽ ടു ദ മാർഗം. ഇതിന് ഇത് കുറക്കാം. 999 കിട്ടിയ സിസ്റ്റം കുറക്കാം. ഓക്കെ, നമുക്ക് വേണ്ട സിസ്റ്റത്തിലെ റിമൈൻഡ് 0, അത് കൂട്ടും. കിട്ടിയതിനെ കുറക്കുക, വേണ്ടത് കൂട്ടുക. ഇവിടെ നിർത്തുക. എന്താ കാണണം? ബൗണ്ടറി നോക്കാം കേട്ടോ. അപ്പുറത്തും ഇപ്പുറത്തും നോക്കണം. ഇതിന്റെ ഉള്ളിലാണെങ്കിൽ കഴിച്ചതായി, അല്ലെങ്കിൽ കൂട്ടുക കുറക്കുക ചെയ്യേണ്ടത്. ഇവിടെ ഉള്ളിലല്ലാത്തോണ്ട് 6 കൂട്ടി കൊടുത്തേക്ക് ചാടിച്ചില്ലേ? കുറച്ചാക്കാം. 999 3 കുറച്ചാക്കാം 996. 0 കൂട്ടിയാക്കാം 996. അത് ഇതിന്റെ ഇടയിലാണ്. ബൗണ്ടറിന്റെ അതിന്റെ അടിയിൽ പെടുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ അത് തന്നെയാണ് ആൻസർ. ഇതങ്ങനെയല്ല. 100 4 വർഷം 96, അതിൽ 0 കൂട്ടുമ്പോ 96. ആ 96 ഇവിടുന്ന് ഇതിന്റെ അടിയിലല്ല. അതുകൊണ്ട് 6 കൂട്ടി കൊടുക്കണം. ഇതിങ്ങനെ കുറച്ച് കൂട്ടിയപ്പോ തന്നെ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളൊന്നും ചെയ്യണം. നേരെ മറിച്ചത് 1000ന്റെ അപ്പുറത്തേക്ക് പോവാണെങ്കിൽ ആ 6 ഇങ്ങോട്ട് കുറച്ച് ഇത് ഈ ബൗണ്ടറിക്ക് അതിനെ കൊണ്ടുവരേണ്ടി വരും കേട്ടോ. അത് കുറച്ച് 996 അല്ലേ? ഈ 996 ആണ് ആര്? നമ്മുടെ ലാസ്റ്റ് ടേം. ഇതാണ് നമ്മള് 6ന്റെ മൾട്ടിപ്പിൾസ് ആയി വരുന്ന 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഓക്കെ, ഇനി അതിന്റെ എണ്ണവും തുകയും കാണാം കേട്ടോ. എണ്ണം കാണാൻ ആ ലാസ്റ്റ് ഫസ്റ്റ് കുറക്കാം. 999 ഫസ്റ്റ് 102 കുറക്കാം. ബൈ എത്ര ഗുണം 6 അല്ലേ? ബൈ 6 പ്ലസ് 1 കുറക്കാം. 6 2 4 9 0 9 9 1 ബൈ 6 പ്ലസ് 1 ഹരിക്കോട്ടോ. 8 എത്ര? 1 6. ബാക്കി ഇവിടെ 2 ഇല്ലേ? 2 9 29 എത്ര? 5 6 30 5 4 അല്ലേ? 4 6 24 അല്ലേ? ബാക്കി ഇവിടെ 5 54. 9 അറിയുമ്പോന്നല്ലേ? അപ്പൊ 54 എത്ര? 9 പ്ലസ് 149 പ്ലസ് 1 എത്ര? 150. അപ്പൊ ഇത് 150 സംഖ്യ എന്താണ്? ഇനി എന്താണ്? തുക കാണണം. തുക ഇക്വേഷൻ എന്താ? Sn ഈക്വൽ ടു n/2 x1 പ്ലസ് xn അല്ലേ? ഇതാ Sn S150 അല്ലേ? n/2 പറഞ്ഞാൽ 150 അല്ലേ? ബൈ 2 ഫസ്റ്റ് പ്ലസ് ലാസ്റ്റ് 102 പ്ലസ് 996. 150 പോലെ എത്ര? 75. ഇത് കൂട്ടാം. 2 6 8 9 0 9 തന്നെ 9 1 10 75 ഇൻറ്റു 1098 തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. 82 350. ഇതാണ് ഇവരുടെ തുക. ഓക്കെ, അടുത്ത ദിവസം 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 കിട്ടുന്ന എത്ര മൂന്നക്ക സംഖ്യകളുണ്ട്? How many 3-digit numbers are there? Which is a remainder 3 on division by 7. മൂന്നക്ക സംഖ്യ നമുക്കറിയാം അല്ലേ? 100 101 102 അങ്ങനെ പോയിട്ട് 991. ഇതാണ് മൂന്നക്ക സംഖ്യ. അതിൽ നമ്മള്
9ന്റെ ഗുണനങ്ങൾ എത്ര ഉണ്ടായിരുന്നു തുക കണ്ടു. അതുപോലെ 6ന്റെ ഗുണനങ്ങൾ എത്ര ഉണ്ടായിരുന്നു തുക കണ്ടു അല്ലെ. ഇവിടെ ചോദ്യം 7ന്റെ ഗുണിതങ്ങളല്ല, അതിന്റെ തുകയല്ല. 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 വരണം. 7 കൊണ്ട് അടിച്ചാൽ അവിടെയൊക്കെ ശിഷ്ടം വരെ ആർക്ക് വരും? 0 1 2 3 4 5 6 അല്ലെ. 5 കൊണ്ട് അടിച്ചാലോ 0 1 2 3 4. 8 കൊണ്ട് അടിച്ചാലോ 0 മുതൽ 7 വരെ അല്ലെ. അപ്പോ 7 കൊണ്ട് ഹരിച്ചാൽ ശിഷ്ടം 3 തരുന്ന എത്ര 3 അക്കങ്ങൾ ഉണ്ട് എന്നാണ് ചോദ്യം. തുക കാണാം, എണ്ണം കണ്ടാൽ മതി കേട്ടോ. അപ്പൊ നോക്കാം, ഇതിനെ 7 കൊണ്ട് ഹരിക്കുക. ശിഷ്ടം 3 ആണ് എങ്കിൽ നമുക്ക് എടുക്കാം, അല്ലെങ്കിൽ പറ്റില്ല. ഇതിനെ നോക്കുക, ശിഷ്ടം 3 ആണെങ്കിൽ പറ്റും, അല്ലെങ്കിൽ വേണം. അങ്ങനെ 7 കൊണ്ട് ഹരിച്ചാൽ റിമൈൻഡർ ശിഷ്ടം 3 തരുന്നവർ ആരൊക്കെയെന്ന് കാണാം. എന്നിട്ട് അവരുടെ എണ്ണവും കാണാം. 100 ഹരിച്ചു നോക്കാം. 100 എത്ര? 1 7 7 ബാക്കി 3 അല്ലെ. കഴിഞ്ഞില്ല, 0. 30 4 7 28 ശിഷ്ടം 2. ഇതിൽ എത്ര 7 ഉണ്ട്? 100ല് 14 7 14 7 98 ബാക്കി 2. അപ്പോ ഇതിന് 7 കൊണ്ട് വെച്ചാൽ 2 ആണ് ബാക്കി. അപ്പൊ ഇത് പറ്റില്ല. 3 ബാക്കിയിലല്ലേ വേണ്ടി. ഇതിൽ 2 ബാക്കിയുണ്ട്. ഇതിൽ എത്ര ഉണ്ടാവും? 3 ബാക്കി ഉണ്ടാവും. പിന്നെ നമുക്ക് പറ്റും. ഇവൻ നമ്മൾ ആദ്യത്തെ ആൾ വരിക. ആദ്യത്തെ ആൾ വരിക 101. പിന്നെ അവിടെ അങ്ങോട്ട് കുഴപ്പമില്ല. പിന്നെ 7 അങ്ങനെ കൂട്ടിക്കൊടുത്താൽ 7 കൂട്ടിക്കോ. ഇതിക്ക് 7 കൂട്ടുമ്പോ 108. ഇതിക്ക് 7 കൂട്ടുമ്പോ 115. ഇതിക്ക് 7 കൂട്ടുമ്പോ 122. എക്സെപ്റ്റ് ഫസ്റ്റ് റിമൈൻഡർ 2 തരും. ഇതാകുമ്പോ റിമൈൻഡർ 3 വരും. ഇത് റിമൈൻഡർ 3 ആണെങ്കിൽ അതേ സ്ഥാനത്തുള്ള ആളുകളൊക്കെ റിമൈൻഡർ 3 ആദ്യം എന്ന് പറഞ്ഞാൽ 7 എങ്ങനെ കൂടും. ഇതിക്ക് 7 108 115 115 122 എക്സെട്ര. കഴിഞ്ഞിട്ടില്ല. ഇവന്റെ അവസ്ഥ അറിയാം. അവസാനത്തിന് കൂടി കിട്ടണം. നല്ല എണ്ണം കാണാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ ഫസ്റ്റ് തലത്തിന്റെ വേറെ മാർഗമല്ലോ. ഇങ്ങനെ x1 കാണാം. ഇതിപ്പോ സിമ്പിൾ ആണ്. ഇതിനെ വെച്ചാൽ ശിഷ്ടം 2 ആണെങ്കിൽ ഇതിനെ വെച്ചാൽ ശിഷ്ടം 3 ആയിക്കാരം. അപ്പൊ അവനെ പറ്റും. ഇല്ലെങ്കിൽ നമുക്ക് റിമൈൻഡർ 3 ആണോ വേണ്ടത്. 100ൽ നിന്ന് ഈ റിമൈൻഡർ കൊടുക്കുക. 100ൽ നിന്ന് കിട്ടിയ ശിഷ്ടം കുറച്ചു നമുക്ക് വേണ്ട ശിഷ്ടം കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഈ ബൗണ്ടറി നോക്കുക, ഇതിന്റെ അടിയിലാണോ നോക്കുക, അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൂട്ടണം. ഇത് കുറച്ച് നോക്കാം. 98 കിട്ടൂലേ? 98 അല്ലേ? 98 3 കൂട്ടിയൊക്കെ 101. അപ്പൊ ഫസ്റ്റ് താഴെ കിട്ടി തന്നെയാണ്. ഇനി 999 ആയിരിക്കും കേട്ടോ. 999 7 കൊണ്ട് ഹരിക്കുക. 9 എത്ര? 1 1 7 7 ബാക്കി 2 9. 4 7 ആണ് 28 ബാക്കി 1 9. 19 എത്ര? 2 7 14 അല്ലെ. 3 7 ആകുമ്പോ 20. എത്ര ബാക്കി? 5 ബാക്കി. 99 ആണ് 5 ബാക്കി. 98 ആണെങ്കിലോ അപ്പൊ 4 ബാക്കി. 97 ആണെങ്കിലോ 3 ബാക്കി ഉണ്ടാവും അല്ലെ. 3 ബാക്കി 4 ബാക്കി 5. ഇതിന്റെ റിമൈൻഡർ 5 അല്ലേ? 99. 98 ആകുമ്പോ 4 റിമൈൻഡർ വരും. ശിഷ്ടം 4. 97 ആണെങ്കിലോ 3 റിമൈൻഡർ. അപ്പൊ 97 നമ്മൾ ലാസ്റ്റ് ഇല്ല. 997 ആണ് ലാസ്റ്റ് താളെ കിട്ടുക. അല്ലെങ്കിൽ വേറെ മാർഗം. എങ്ങനെ അവസാനത്തെ ആളെ കാണണോ? ഈ 999 നമുക്ക് കിട്ടിയ റിമൈൻഡർ എത്ര? 5 കുറക്കാം. ശേഷം നമുക്ക് എത്ര വേണ്ടത് അത് കൂട്ടിച്ച്. നമുക്ക് എത്ര വേണ്ടത്? 3 അല്ലേ. ശേഷം നമ്മൾ ആ ബൗണ്ടറി നോക്കാം. ചിലപ്പോൾ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് കൊടുക്കണം. 999 5 994 അതിൽ 3 കൂട്ടിയാൽ 997 അല്ലേ. അപ്പൊ 997 നമ്മളെ ലാസ്റ്റ് കളക്കും. അപ്പൊ ഇതാണ് നമ്മുടെ സീക്വൻസ്. ഇതിവിടെ x1 ആയി, ഇത് xn ആയി. കോമൺ ഡിഫറൻസ് എത്ര? 7. എണ്ണം കണ്ടാൽ മതി. n ഈക്വൽ ടു അങ്ങനെയാണ്. ആ xn മൈനസ് xn ബൈ ഡി പ്ലസ് 997 101 കുറക്കുക ബൈ ഡി എത്ര? ഡി 7 അല്ലേ. പ്ലസ് കുറക്കട്ടോ. 7 1 മുതൽ 6 9 0 മുതൽ 9 തന്നെ. 9 1 മുതൽ 8 896 താഴെ 7 പ്ലസ് 4 ബൈ 8 എത്രയാണ്? 1 1 7 7 ആണ്. ബാക്കി ഇവിടെ ഒന്നില്ലേ. അവിടെ കൊടുത്ത 19 എത്ര? 2 7 14 ആണ്. ബാക്കി 19 5 ഉണ്ട്. 5 ഇവിടെ കൊടുക്കുമ്പോ 56 എത്ര? 8 7 56 7 × 8 അപ്പൊ 228 പ്ലസ് 1 121. അതായത് 7 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ റിമൈൻഡർ 3 തരുന്നവരാണ് ഇവർ. ഇവരെത്ര ഉണ്ട്? 129 ആണ്. തുക ചോദിച്ചിട്ടില്ല. തുക ചോദിച്ചാൽ n/2 x1 + x3 ചെയ്യണം. ഓക്കെ, അടുത്ത ദിവസം നോക്കാം. 4 7 10 13 16 19 22 25 28 31. ഒരു പാറ്റേൺ സംഖ്യ ശ്രേണി. ഇതിലെ അടുത്ത 2 വരികൾ എഴുതാം.
12ാമത്തെ വരിയിൽ എത്ര സംഖ്യകൾ ഉണ്ടാകും? 20ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യ. Write the next two lines in this pattern. How many numbers are there? How many terms are there in its 12th line? Write the first and last term in the 20th line. That's the question. ആദ്യത്തെ വരിയില് 4 മാത്രം, പിന്നെ 7, 10, പിന്നെ 10 അങ്ങനെ. അതായത് ആദ്യത്തെ വരിയിൽ 1, രണ്ടാമത്തെ വരി 2, മൂന്നാമത്തെ വരിയിൽ 3, നാലാമത്തെ വരിയിൽ 4, അപ്പൊ 5ാമത്തെ വരി 5 ഉണ്ടാവും അല്ലെ, 6ാമത്തെ 6 ഉണ്ടാവും. അപ്പൊ 12ാമത്തെ വരി എത്രയാണ് ചോദ്യം? എത്ര ഉണ്ടാവും? 12 അല്ലെ. ഇത് ആയിരത്തി സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ്. പദങ്ങൾ കോമട്ട് ചെയ്തേക്കുക, 4, കോമട്ട് ചെയ്ത് അങ്ങനെ പാറ്റേൺ ആക്കിയേക്കണം, അറേഞ്ച് ചെയ്തേക്കുക. 4, പിന്നെ 7, 10, 3 കൂട്ടിയാൽ മതി. 4, 7, 10, 13, 16, കണ്ട 19, 22 ഇങ്ങനെ പോവാണ് അല്ലെ. അപ്പൊ ആ ഒരു സമാന്തര ശ്രേണിയിലെ പദങ്ങളെ ഇങ്ങനെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ചേക്കണം. അപ്പൊ അടുത്ത 2 വരികൾ എഴുതണം. എഴുതുമ്പോ നോക്കാം, ഇത് 10ൽ അവസാനിച്ചു, അതുകൊണ്ട് അടുത്ത 13 തുടങ്ങി, 3 കൂടും, 3 ഇങ്ങനെ കൂടും. ഇത് 19ൽ അവസാനിച്ചുകൊണ്ടാണ് ഇത് 22 തുടങ്ങിയത്. ഇതിങ്ങനെ വന്ന് 31ൽ അവസാനിച്ചു, അപ്പൊ അടുത്ത ആൾ തുടങ്ങി 34 തുടങ്ങും. മാത്രല്ല ഇതിൽ 4 ആളാണെങ്കിൽ അടുത്തിൽ 5 ആളുണ്ടാവും, പിന്നെ ഇതിൽ 6 ആളുണ്ടാവും. അപ്പൊ അടുത്ത 2 വരികൾ ഇതല്ലേ, 31ൽ അവസാനിച്ചു അല്ലെ. 33 കൂട്ടാം, 14, 37, 40, 43 കഴിഞ്ഞോ? ഇല്ല, ഒന്ന് എക്സ്ട്രാ വേണം അല്ലേ, 5 വേണ്ടേ? 46. 46ൽ അവസാനിച്ചിടത്തോളം 49, 52, 55, 58, 61 കഴിഞ്ഞോ? ഇല്ല, ഒന്നുകൂടെ വേണം അല്ലേ, 64. ഇതാണ് അടുത്ത 2 വരി. ഓക്കെ, അപ്പൊ അടുത്ത 2 വരി 12ാമത്തെ വരിയിൽ എത്ര ഉണ്ടാവും? 12 പദങ്ങൾ ഉണ്ടാവും. അതിന് മനസ്സിലായി. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 20ാം വരിയിൽ എത്ര സംഖ്യ ഉണ്ട്? 20ാമത്തെ വരിയിലെ ആദ്യത്തെയും അവസാനത്തെയും സംഖ്യയാണ് കാണുന്നത് അല്ലെ. 20ാം വരി എത്ര സംഖ്യ ഉണ്ടാവും അത് നമുക്കറിയാം. 20ാം വരിയിൽ 20, 19ാം വരിയിൽ 19, 8ാം വരിയിൽ 8, 65ാം വരി 65 അല്ലെ. 20ാം വരി എവിടെ തുടങ്ങുക, എവിടെ അവസാനിക്കാന്ന് ചോദിക്കാം. 1ാം വരി അവസാനവും ആദ്യമൊക്കെ 4ആണ്. 2ാം വരി 10ൽ അവസാനിക്കും, 3ാം വരി 19, അടുത്തത് 39, അടുത്ത് 46, അടുത്ത 64 അല്ലെ. അവസാനിക്കുന്ന ആളുകൾക്ക് ഒരു പ്രത്യേക ഐഡിയ മനസ്സിലാക്കി വെക്കും. അപ്പൊ 20ാമത്തെ വരി എവിടെ അവസാനിക്കും മനസ്സിലാക്കും. ഇല്ലെങ്കിൽ തുടങ്ങുന്ന വരികൾ, ഒരേ വഴി തുടങ്ങുന്ന പദങ്ങളുടെ ഐഡിയ മനസ്സിലാക്കി. അപ്പൊ 20ാം വരി അവിടെ തുടങ്ങുന്നത് അതിനനുസരിച്ച് നമുക്ക് 21ാം വരി തുടക്കം, 20ാം വരി അവസാനത്ത് കാണാം. തുടങ്ങുന്നത് എവിടെയാണെങ്കിൽ അവസാനിക്കുന്നത് എവിടെ നിന്ന് മാത്രം മനസ്സിലാക്കി. അപ്പൊ ഇതൊരു അജലൻ സീക്വൻസ് ആണ്, സമാന്തര ശ്രേണിയാണ് നമുക്കറിയാം. ഈ സംഖ്യകൾ കോമട്ട് ചെയ്താണ്. അങ്ങനെയാണെങ്കിൽ 4, 7, 10, 13, 14, 19 അങ്ങനെ വരും അല്ലേ. അങ്ങനെ ഇതാണെങ്കിൽ 4, 7, 10, 13, 16, 19, 22, 25, 28, 31 എക്സെട്ര. 1ാം വരി ഇവിടെ അവസാനിക്കും, 2ാം വരി ഇവിടെ അവസാനിക്കും. ഓക്കെ, 3ാം വരി ഇവിടെ അവസാനിക്കും, 4ാം വരി ഇവിടെ അവസാനിക്കും. ഓക്കെ, 1ാം വരി അവസാനം ആദ്യം 1 തന്നെ, 2ാം വരി അവിടെ അവസാനിക്കും 10 അല്ലേ. അതാ നോക്കണേ, 2ാം വരിയിലെ അവസാന സംഖ്യ എത്ര? 10 ആണ് അല്ലേ. 3ാം വരിയിലെ അവസാന സംഖ്യ, 3ാം വരിയിലെ അവസാന സംഖ്യ എത്രയാണ്? 19 ആണ്. 4ാം വരിയിലെ അവസാന സംഖ്യ 31 ആണ് അല്ലേ. The last term in the second line equal to 10. The last term in the third line equal to 90. The last term in the fourth line equal to 30. ഇതിന്റെ ഒരു ഐഡിയ മനസ്സിലാക്കുക. അങ്ങനെയാണ് 20ാം വരി അവിടെ അവസാനിക്കും മനസ്സിലാക്കുക. ഇവിടെ 2 ആയതുകൊണ്ട് ഇവിടെ 10 അല്ലെ. ശ്രദ്ധിക്കണേ, 2 ആയ 10, ഇതിനെ 5 കൊണ്ട് ഗുണിച്ചാൽ അത് കിട്ടുന്നില്ലേ, കിട്ടില്ലേ. പക്ഷെ ഇതിനെ 5 ഗുണിച്ചത് കിട്ടുണ്ടോ? ഇല്ല. ഇതിനെ ഗുണിച്ചത് കിട്ടുമോ? ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇതിനെ 5 കൊണ്ട് ഗുണിച്ചത് കിട്ടുന്ന പോലെ ഇതിനെ 5 ഗുണിച്ചത് കിട്ടുമായിരുന്നെങ്കിൽ, ഇതിന് 5 കൊണ്ട് കിട്ടുമായിരുന്നെങ്കിൽ 20ാം വരിന്റെ അവസാന ആളെ കിട്ടാൻ സുഖം 20 × 5 ചെയ്താൽ മതി അല്ലേ. പക്ഷെ കിട്ടുന്നില്ല.
ഈ 10 എന്നുള്ളതൊരു കാര്യം ചെയ്യാം. എത്രാമത്തെ ആളാ? ശ്രേണി എത്രാമത്തെ ആളാ? മൂന്നാമത്തെ അല്ലെ? അപ്പൊ അതിനെ മൂന്നാം പദം നേരും. ഓക്കെ, മൂന്നാമത്തെ പദം, തേർഡ് ടേം. ഇത് എത്രാമത്തെ? ആറാമത്തെ അല്ലെ? ആറാം പദം, 6th ടേം. ഇതോ 7, 8, 9, 10. ഇതോ 10 അല്ലെ? ഇനി ഇതാണ് മറിച്ച് കിട്ടും. നമുക്ക് ഇവിടെ നോക്കാം. ഇതും രണ്ടാം വരി എവിടെ അവസാനിക്കും? മൂന്നാമത്തെ പദം. നമ്മൾ സമാനിച്ചു 4, 7, 10, 13 എക്സെട്ര അല്ലേ? പൊതു വ്യത്യാസം 3 പോണ ശരിയല്ലേ? 20ാം വരി എവിടെ തുടങ്ങണ അവസാനിക്കണ കാണാനേ പോണം. രണ്ടാം വരി മൂന്നാം പദത്തിൽ അവസാനിക്കും. മൂന്നാം വരിയോ ആറാം പദത്തിൽ. നാലാം വരിയോ 10ാം പദത്തിൽ അവസാനിക്കും അല്ലെ? ഇത് 2, ഇവിടെ 3 അല്ലെ? ഇതിലേക്ക് 1 കൂട്ടി അത് കിട്ടും, കിട്ടില്ലേ? ഇതിലേക്ക് 1 കൂട്ടി അത് കിട്ടുമോ? ഇല്ല. ഇതിലേക്ക് 1 കൂട്ടി അത് കിട്ടുമോ? ഇല്ല. അങ്ങനെ കിട്ടുമായിരുന്നെങ്കിൽ 2ക്ക് 1 കൂട്ടിയാൽ 3 കിട്ടും, 3ക്ക് 1 കൂട്ടിയാൽ ഇത് കിട്ടും, 20ക്ക് 1 കൂട്ടിയത് കിട്ടുമെങ്കിൽ 20ക്ക് 1 കൂട്ടിയ ഇവിടുത്തെ ആള് കിട്ടൂലേ? അപ്പൊ 20ാം വരിന്റെ അവസാനത്തെ ആള് 21ാം പദം പറഞ്ഞ് തുടങ്ങും. പക്ഷെ അങ്ങനെ കിട്ടൂല. അപ്പൊ ആ ഐഡിയ നടക്കില്ല. ഇവിടെ നോക്കാം. 3ാം വരിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ 6ാമത്തെ പദം. 3ന്റെ ഡബിൾ ആണ് 6 അല്ലേ? 3ന്റെ ഇരട്ടിയാണ്. ഇതിന്റെ ഇരട്ടിയാണോ? അത് അല്ല. അങ്ങനെ ഇതിന്റെ ഇരട്ടിയാണ് ഇത് എന്ന് കരുതാം. ഇതിന്റെ ഇരട്ടിയാണ് ഇത് എന്നെങ്കിൽ 20ാം വരിന്റെ അവസാന പദം കണ്ട 20ന്റെ ഇരട്ടി എടുത്താൽ മതി. 40ാം പദം കണ്ടാൽ മതി അല്ലെ? പക്ഷെ അങ്ങനെയല്ല. അപ്പൊ അത് നടക്കും. ഇത് 4, ഇത് 8. ഇതിന്റെ ഇരട്ടിക്ക് 2 കൂടും. അതൊന്നും ഇവിടെ ശരിയാവില്ല. എല്ലാത്തിനും ശരിയാകുന്ന ഒരു മാർഗം വേണം. എങ്കിലേ നമുക്ക് ആ ഒരു ട്രിക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് 20ാം നോക്കാം. 2, 3 ആയി. 2ന് 3നോടുള്ള ഒരു ബന്ധം, 3ന് 6നോടുണ്ട്. അതേ ബന്ധം 4ന് 10നോടും. ഈ ഒരു ബന്ധം കണ്ടിട്ടുണ്ട്. 2, 3. ആദ്യത്തെ 2 എണ്ണസംഖ്യ കൂട്ടിയാൽ 1, 2 കൂട്ടിയാൽ 3 കിട്ടും. ആദ്യത്തെ 3 എണ്ണസംഖ്യ കൂട്ടിയൊക്കെ 1, 2, 3 കൂട്ടിയ 6 കിട്ടും. 4 എണ്ണസംഖ്യ 1, 2, 3, 4 കൂട്ടിയൊക്കെ 10 കിട്ടും. അപ്പൊ ആദ്യത്തെ n എണ്ണസംഖ്യന്റെ തുക n × n + 1/2. ആ ട്രിക്ക് മനസ്സിലാക്കിയാൽ മതി. അതായത് രണ്ടാം വരിത്തെ അവസാനത്തെ ആളെ കിട്ടാൻ, ഇതല്ലേ രണ്ടാം വരിന്റെ അവസാനം അല്ലേ? മൂന്നാമതല്ലേ? രണ്ടാം വരിന്റെ അവസാനത്തെ ആളെ കിട്ടാൻ 2 ഇൻറ്റു കിട്ടാം. ഓക്കെ, 2 കഴിഞ്ഞാൽ 2ക്ക് 1 കൂട്ടിയാൽ 3 അല്ലേ? n × n + 1/2. ഇത് ചെയ്ത് നോക്കാം. 3, ഈ 3 കിട്ടും. മൂന്നാമത്തെ പദം കിട്ടും. മൂന്നാമത്തെ അവസാനത്തെ കിട്ടണം 3 ഇൻറ്റു ചെയ്താൽ 3ക്ക് 1 കൂട്ടിയാൽ 4/2. കട്ട് ചെയ്ത് നോക്കാം. 6 കിട്ടൂലേ? നാലാമത്തെ അവസാനം കിട്ടാൻ 4 ഇൻറ്റു അതിന്റെ അപ്പുറത്തെ സംഖ്യ /2. ഇത് 2ആണ് വരെ വെട്ടുക. 2 × 5 10 അല്ലെ? അപ്പൊ 7ാം വരിന്റെ അവസാനത്തെ ആൾ കിട്ടണം 7 ഇൻറ്റു അതിന്റെ അപ്പുറത്തെ 8/2. ഇത് വെട്ടിയ 4, 28. 28ാമത്തെ പദം. അതുപോലെ 20ാം വരിന്റെ അവസാനത്തെ ആളെ കിട്ടണമെങ്കിലോ 20 ഇൻറ്റു 21/2 ചെയ്യാം. 210. 210ാമത്തെ വരി, 210ാമത്തെ പദം കണ്ടാൽ മതി. ഓക്കെ. 15ാം വരിന്റെ അവസാനത്തെ ആളെ കാണെങ്കിലോ 15 ഇൻറ്റു 16/2. 16, 2 വെട്ടി 8, 8 ഇൻറ്റു 15 120. 120ാമത്തെ പദം. 10ാമത്തെ വരിയുടെ അവസാനത്തെ ആളെ കാണെങ്കിലോ 10 ഇൻറ്റു 11/2. 10ഉം 2 വെട്ടി 5, 5 ഇൻറ്റു 55ാമത്തെ പദം കണ്ടാൽ മതി. അപ്പൊ എന്നാം വരിയുടെ അവസാന പദം n × n + 1/2 ആം പദം. അത്രാമത്തെ പദമായിരിക്കും. 4ാമന്റെ അവസാനം 10 അല്ലേ? 3ാമന്റെ അവസാനം 6. അങ്ങനെ അങ്ങനെ പോരുകയാണെങ്കിൽ എന്നാം വരിയുടെ അവസാന പദം ഏതാണോ n × n + 1/2 അല്ല, അത്രാമത്തെ പദമായിരിക്കും. അതുകൊണ്ട് 20ാം വരിയിലെ അവസാന പദം, ലാസ്റ്റ് ടേം ഇൻ ദ 23, 20ാം വരിയുടെ ലാസ്റ്റ് അവസാന പദം എങ്ങനെയാണ്? 20 ഇൻറ്റു 21/2 ചെയ്യാം. ഇത് വെട്ടിയ 10 അല്ലേ? 10 × 21 210 കിട്ടും. ആ 210ാമത്തെ പദം കണ്ടാൽ മതി. 2/10th ടേം 210ാമത്തെ പദം നമ്മൾ കാണും. നമ്മളെ സമാധാനം ഇതാ 4, 7, 10, 13 എക്സെട്ര. f x1 എത്ര? 4. d എത്ര? 3 അല്ലേ? അപ്പൊ നമ്മൾ 20ാം വരിന്റെ അവസാനത്തെ ലാസ്റ്റ് ടേം ഇൻ ദ 23 = എത്ര? 210ാമത്തെ പദം അല്ലേ? അതിനെങ്ങനെ സൂചിപ്പിക്കാം? x 210, x1 പ്ലസ് എന്ന സൂത്രാക്യം 250 d ചെയ്താ പോരെ? x1 ന് പകരം എത്ര? 4. 250 d അല്ലേ? 250 × 3
4 6 27 9 27 അല്ലേ 627 4 631 ഈ 631 എന്ത് 20-ാം വരിയിലെ അവസാനത്തെ സംഖ്യ. അപ്പൊ 20ന്റെ അവസാനം കിട്ടും. ഇനി 20ന്റെ ആദ്യം വേണ്ടേ? എങ്ങനെ കാണാം? ആദ്യം കാണാൻ സൂത്രാക്യമല്ല, അവസാനം കാണാം. 19ന്റെ അവസാനം കിട്ടിയാ പോരെ? ഒരു 19ന്റെ അവസാനം കിട്ടിയാല് 20ന്റെ ഫസ്റ്റ് തുടക്കം കിട്ടുക 3 കൂട്ടിയാ പോരെ? അപ്പൊ നമ്മള് 19-ാം വരിന്റെ അവസാനത്തെ പറഞ്ഞ കേട്ടോ. 19-ാം വരിലെ അവസാന സംഖ്യ 19 × 20/2 ചെയ്യാം. ഇത് വെട്ടിയ 10 10 × 19 190. അത്രാമത്തെ പദം. സോ 190th ടേം കാണണം. അതാണ് എന്ത് 19-ാം വരിലെ അവസാന പദം. എങ്ങനെ 190th ടേം ആണ്? x 190 ആണ്. ഇങ്ങനെ 190ാമത്തെ പദം. ഇത് 110 അല്ല, അത് 110 അല്ലേ? 20-ാം വരിയിൽ മാത്രം എത്ര സംഖ്യ ഉണ്ട്? 20 വരി 21 ഉണ്ട് അല്ലേ? അപ്പൊ 210ാമത്താണ്. ഇത് 190ാമത്തെ. പിന്നെ 191ാമത്തെ നമുക്ക് അടുത്ത ഫസ്റ്റ് കാണാം. x 190 കാണാം. ഇതാണ് 19ലെ അവസാനത്തെ ആള്. ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് 3 കൂട്ടി കൊടുത്താൽ 20ന്റെ തുടക്കക്കാരൻ കിട്ടും. x 190 എങ്ങനെ? x1 + 189 അല്ലേ? 190ാമത്തെ പദങ്ങളിലാണ്. x1ന് പകരം എത്ര കൊടുക്കുക? 4. 189 × 3 അല്ലേ? 4 3 27 3 24 5 26 6 2 1 3 3 2 5 567 + 4 എത്ര? 571 അല്ലേ? 571 ആണെന്ത് 19-ാം വരിയുടെ അവസാനം. അങ്ങനെയാണെങ്കിൽ 20-ാം വരിയുടെ തുടക്കം 20-ാം വരി അവിടെ തുടങ്ങും. ഇതിലേക്ക് 3 കൂട്ടിയാ പോരെ? സോ 20-ാം വരിയിലാദ്യ സംഖ്യ സമം 571ക്ക് 3 കൂട്ടുക 574. ഇവിടെയാണ് 20-ാം വരി തുടങ്ങുക. ഇവിടെയാണ് 20-ാം വരി അവസാനിക്കുക. അവിടെ 20-ാം വരി അവസാനിക്കുക 630. അതായത് 574 577 580 അങ്ങനെ പോയി 631 ഇറങ്ങാണ്ട് ഇത് അവസാനിക്കും 20-ാമത്തെ വരി അവസാനിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഒരു പഞ്ചഭുജത്തിലെ കോണുകൾ സമാന്തര ശ്രേണിയിലാണ്. ഇതിന്റെ ഏറ്റവും ചെറിയ കോണിന്റെ വലിപ്പം 36 ഡിഗ്രിയിൽ കൂടുതലാണെന്ന് തെളിയിക്കണം. The angles of a pentagon are in arithmetic sequence. Prove that its smallest angle is greater than 36 degree. ഒരു പെന്റഗൺ പഞ്ചഭുജം, റെഗുലർ പെന്റഗൺ അല്ല, സമപഞ്ചഭുജല്ല. സമപഞ്ചഭുജാണെങ്കിൽ നമുക്കറിയാം. റെഗുലർ ആണെങ്കിൽ ഓരോ ആംഗിളും 108 ആണ് അല്ലെ? പെന്റഗൺ ആണ് എന്ന് പറഞ്ഞാൽ 5 സൈഡ് 5 ആംഗിൾ. ഓക്കെ, പോളിഗൺ. അതിന്റെ ആംഗിൾസ് കൂട്ടിയാൽ നമുക്കറിയാം 540 അല്ലേ? ആംഗിള് സമാന്തര ശ്രേണിയിലാണ് പോണത്. ഒരു ചെറിയൊരു ആംഗിള്, പിന്നെ അതിലേക്ക് ഒരു നമ്പർ കൂട്ടുക. അതേ നമ്പർ തന്നെ കൂടി ഇങ്ങനെ പോകണം. 5 കൂട്ടി 540 കിട്ടും. ഏറ്റവും ചെറിയൊരു ആംഗിൾ ഉണ്ടാവും, പിന്നെ അതിലേക്ക് ഒരു നമ്പർ കൂടും, പിന്നെ അതിലേക്ക് അതേ നമ്പർ കൂട്ടി അങ്ങനെ 5 സംഖ്യ ഉണ്ടാവും. സമാന്തര ശ്രേണികളെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിലെ ചെറിയ ആംഗിൾ 36 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും എന്നാണ് തെളിയിക്കുന്നത്. ഓക്കെ, ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഇതിലെ ചെറിയ ആംഗിൾ ഏത് കേട്ടോ? ചെറിയ ആംഗിൾ x ആണ്. ലെറ്റ് x be the smallest angle. അപ്പൊ ഏറ്റവും ചെറുത് x ആണ്. ഓക്കെ, അരിത്മെറ്റിക് സീക്വൻസ് അല്ലേ? സമാന്തരല്ലേ? അപ്പൊ ഒരു പ്രത്യേക നമ്പർ അല്ലേ കൂടിക്കുക? അത് d ആണ് എഴുതിക്കോ. അപ്പൊ അടുത്തത് x ക്ക് d കൂട്ടും, പിന്നെ d ക്ക് ഒരു d കൂട്ടുമ്പോ x + 2d, പിന്നെ i ക്ക് d കൂടുമ്പോ x + 3d. എത്രണ്ണായി? 1 2 3 4 ആംഗിൾ ആയിട്ട് ഒന്നും കൂടി ഉണ്ട് അല്ലേ? x + 4d. അപ്പൊ ഓരോരുത്തർ x + d x + 2d x + 3d x + 4d. ഇതാണ് ആ പെന്റഗന്റെ 5 കോൺ. x ആണ് ഏറ്റവും ചെറുത്. നമുക്കറിയാം ഇത് 5 കൂട്ടിയാൽ സം ഓഫ് ഇന്റർ ആംഗിൾസ് ഓഫ് പെന്റഗൺ അല്ലെ? ഒരു പഞ്ചഭുജത്തിന്റെ കോണുകളുടെ തുക എത്രയാകെ? തുക 540. ബാഹ്യ കോണുകളുടെ തുക എപ്പോഴും 360. അത് 3 വശം 4 വശം 5 വശം എത്ര സൈഡ് ആണെങ്കിലും എക്സ്റ്റീരിയർ ആംഗിൾസിന്റെ സം 360 ആണ്. ഇന്റർ ആംഗിൾ അങ്ങനെയല്ല. ട്രയാംഗിളിലാണെങ്കിൽ 180, പിന്നെ സ്ക്വയർ റെക്ടാംഗിൾ കോർഡിലാറ്റർ ആണെങ്കിലോ 360. ഓരോ സൈഡ് കൂടുമ്പോഴും ഓരോ 180 ഇങ്ങനെ കൂടിപ്പോകും. പെന്റഗൺ ആണെങ്കിൽ 540. അപ്പൊ ആകെ ആന്തര കോണുകളുടെ തുക നമുക്കറിയാം 540 ആണ്. ആംഗിൾസിന്റെ സം അല്ലെ? തുക, ആംഗിൾസിന്റെ സം അല്ലെങ്കിൽ തുക 540. ഇതല്ലേ 5 ആംഗിൾ. അപ്പൊ അത് 5 കൂട്ടി എത്ര കിട്ടും? 540 അല്ലേ? ഏതൊക്കെയാണ്?
എക്സ് ഉണ്ട്, എക്സ് പ്ലസ് ടി ഉണ്ട്, എക്സ് പ്ലസ് 2d, എക്സ് പ്ലസ് 3d, ഒന്നുകൂടെ എക്സ് പ്ലസ് 4. ഇതെല്ലാം 5 എണ്ണം. ഇത് കൂട്ടുക, ഇതൊക്കെ കൂട്ടിയത് ഇതാണ് ഒരു ആംഗിൾ കേട്ടോ. വലുത് ഇത് അത്രക്കില്ല, ഇതിനേക്കാൾ ചെറുത്, ഇതിലും ചെറുത്, അതിനേറ്റവും ചെറുത്. 1, 2, 3, 4 ഇതൊക്കെ പാടെ കൂട്ടിയാൽ 540 ആവും നമുക്കറിയാം. ഇതിൽ എക്സും എക്സും 2x, 3x, 4x മൊത്തം 5x ഉണ്ട് അല്ലെ. ഓക്കെ, ഇത് ഒരു ഡി ആണ്. ഒരു ഡിയും 2d യും 3d ആയി. അപ്പൊ 3d 3d 6d 4 10d. 5x പ്ലസ് 10d സമം 540 അല്ലെ. ഇത് 5 ഇൻറ്റു എക്സ് ആണ്. ഇത് 5 ഇൻറ്റു 2d. ഇതൊരു 5 ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടുന്ന് 5 കോമൺ എടുക്കണേ. 5 എടുത്താൽ പിന്നെ എക്സ് മാറും. ഇവിടുന്ന് 5 പോകുന്ന ബാക്കി 2 ആണ് വരിക. പിന്നെ ഒരു ഡി ഉണ്ടാവും 2d ഈക്വൽ ടു 540. ഇനി 5 അങ്ങോട്ട് പോയാൽ അവിടെ ഉണ്ടാവും എക്സ് പ്ലസ് 2d ഈക്വൽ ടു അവിടെ 540 ഉണ്ട് ബൈ 5 വരും. 5 എത്ര 5 1, 4 എത്ര 5 ഇല്ല, പിന്നെ 4 എത്ര 108. എക്സ് പ്ലസ് 2d ഈക്വൽ ടു 108. എക്സ് പ്ലസ് 2d 108. ഏറ്റവും ചെറിയ ആംഗിൾ 36 ഡിഗ്രിയേക്കാൾ കൂടുതലായിരിക്കും എന്നല്ലേ. അപ്പൊ എക്സ് നമുക്ക് കാര്യം ചെയ്യാം, 36 കൊടുക്കും. ഏറ്റവും ചെറുത് 36 കൊടുത്തോ. 36 കൊടുത്താൽ എന്താ നോക്കാം. പിന്നെ എക്സ് ഈക്വൽ 36. ഇപ്പൊ 36 കൊടുക്കാം 36 പ്ലസ് ബാക്കി അതുപോലെ 2d ഈക്വൽ ടു 108. ഈ 2d ഇവിടെ എഴുതാം, 108 അപ്പുറത്ത് എഴുതാം. ഈ 36 അങ്ങോട്ട് പോകുമ്പോൾ -36. 108 36 കുറച്ചാൽ 72. അപ്പൊ 2d ഈക്വൽ ടു 72 ആണെങ്കിൽ d ഈക്വൽ ടു 72ന്റെ പകുതി 36. അപ്പൊ എക്സും 36 ആണ്, ഡിയും 36. ഫസ്റ്റത്തെ ആള് 36, പിന്നെ കൂടി പോണ നമ്പറോ അതും 36. അപ്പൊ നമുക്ക് നോക്കാം. എക്സിന് 36 കൊടുക്കുക, ഡി വീതം കൂടുക. അത്ര 36 ഡി, എക്സും ഡി ഒക്കെ 36 അല്ലേ. അപ്പൊ എന്തിനാ ഇത് 36 ആവും. ഇത് 36 പ്ലസ് 36 വരും. അപ്പൊ എത്ര 72. ഇത് 72 ഒരു 36 കൂടുമ്പോ 108. ഇതിലേക്ക് ഒരു 36 കൂടുമ്പോ 144. ഓക്കെ, 144 ഒരു 36 കൂട്ടുമ്പോ 180. ഇങ്ങനെയാണ് നമുക്ക് പെന്റഗന്റെ ആംഗിൾസ്. ഇതൊക്കെ കൂട്ടിയാൽ എത്ര കിട്ടും? 540 കിട്ടും. കുഴപ്പമൊന്നുമില്ല. പക്ഷെ 36 ഡിഗ്രി, 72 ഡിഗ്രി, 108 ഡിഗ്രി, 147 ഡിഗ്രി, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ഒരു ലൈന് നമുക്കറിയാം 30 ഡിഗ്രി, 35 അങ്ങനെ വരും അല്ലെ. 45 അങ്ങനെ വന്ന് 90 ഡിഗ്രി ഇങ്ങനെ 90യേക്കാൾ കൂടിയ വരും അല്ലെ. കൂടി 100, 110, 120 180 ഡിഗ്രി എങ്ങനെയില്ല, ആ വര നേരെ നിൽക്കും. അതായത് ഒരു ലൈനായിരിക്കും അവിടെ ഓടി. 36 ഡിഗ്രി നമുക്ക് മനസ്സിലാക്കാം. അതാണ് 36 ഡിഗ്രി. 72 കുറച്ച് ഉത്തരൊക്കെ ഉണ്ട് മനസ്സിലാക്കാം. 180 ഡിഗ്രിയോ, 180 ഡിഗ്രി എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് ലൈനുകൾ ഉണ്ടാക്കുന്ന ആംഗിൾ, അതാണ് നമ്മള് 180 ഡിഗ്രി വരുന്നത്. അപ്പൊ ആ 2 ലൈനും ഒരു ലൈനായിട്ട് നേരെ സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കും. അതായത് അവിടെ ആംഗിൾ ഉണ്ടാവില്ല, ഒടിവുണ്ടാവും. ഒരു ലൈനിന്റെ പോയിന്റ് വെച്ചാൽ ഈ 2 ആംഗിളും കൂട്ടിയ 180 അല്ലേ. രേഖീയ ജോഡിയല്ലേ, ഒരു രേഖയിലുള്ള ലീനിയർ പെയർ കൂട്ടിയ 180. അപ്പൊ ഇങ്ങനെ ഒരു ആംഗിൾ പെന്റകളിൽ വരും. 180 ഡിഗ്രിയുടെ എന്താ, 2 ലൈനുകൾ ചേർന്ന് 180 ആവണമെങ്കിൽ ആ 2 ലൈൻ നേരക്കണം. അപ്പൊ അവിടെ 2 സൈഡ് ഉണ്ടാവും, ഒറ്റ സൈഡായിട്ട് പോകും. അപ്പൊ ഇത് പോസിബിൾ അല്ല. ഇതാണ് പ്രശ്നം. 36 ഡിഗ്രി കൊടുത്തോണ്ടാണ് 150. ഇത് കൂട്ടിയ 540 ആണ്. ഇവിടെ 36നേക്കാൾ വലുത് കൊടുത്താൽ എന്താ സംഭവിക്കാം? ഇവിടെ 36നേക്കാൾ വലുത് കൊടുത്താൽ കൂട്ടി 540 അപ്പൊ അതിനനുസരിച്ച് ഇത് ചെറുതായി കൊടുക്കേണ്ടി വേണ്ടേ. അപ്പൊ ഇത് 36നും ചെറുതാണെങ്കിലോ, ഇത് 36നേക്കാൾ ചെറുതാണെങ്കിൽ 540 ഇത് കുറയില്ലേ. പക്ഷെ അത് കുറയാൻ പറ്റില്ല. അപ്പൊ ഇത് കൂടി കൊടുക്കേണ്ടി വരും അല്ലെ, വേണ്ടേ. അപ്പൊ അത് അതിനേക്കാൾ വലുത്. ഇത് 180 ആണ് 36 ആയതുകൊണ്ട്. 36നേക്കാൾ വലുത് ഇവിടെ കൊടുത്താൽ അതിനനുസരിച്ച് ഈ സംഖ്യകൾ ഇങ്ങനെ ചെറുതായി കൊടുക്കും. അപ്പൊ 180 ഡിഗ്രി ഉണ്ടാവില്ല, 150 ചെറുതാവും. അപ്പൊ കുഴപ്പമില്ല. 36നും കുറവ് 30 ഡിഗ്രി ആണെങ്കിലോ ആ 6 ഇവിടെ കമ്മിയായില്ലേ. ആ 6 പിന്നെ ആര് ബാലൻസ് ചെയ്തു? കൂട്ടി 540 കിട്ടണ്ടേ. അപ്പൊ 6നെ വലിയ ബാലൻസ് ചെയ്യും. അപ്പൊ അത് 150 മേലെ കണ്ടു. ഓക്കെ, അരിതമെറ്റിക് ആണ്. ഒരു പ്രത്യേക നമ്പറിനെ കൂടാൻ പറ്റുള്ളൂ. അപ്പോ അതിനനുസരിച്ച് ഇത് കൂടും. 36 ഡിഗ്രി കറക്റ്റ് കൊടുത്താൽ തന്നെ 150 ആണ്. പ്രശ്നമാണ്. അപ്പൊ 130 ഇത് 150 കുറയണമെങ്കിൽ ഇത് 36 വലുതായാൽ മതി. അപ്പോ എക്സിന്റെ വില 36 പറ്റില്ല, 36നേക്കാൾ വലുതാകും. ഓക്കെ, സോ 150 ഡിഗ്രി എന്താ പ്രശ്നം അറിയില്ലേ, ഒരു ലൈനായിട്ട് മാറും. അത് പോസിബിൾ അല്ല. അതുകൊണ്ട് എക്സിന്റെ വാല്യൂ 36 ഡിഗ്രിയിൽ കൂടുതലായിരിക്കണം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. അടുത്ത ക്ലാസ്സിൽ പുതിയ പോയിന്റുമായിട്ട് തിരിച്ചു. ഓക്കെ.